بسم الله الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد أعوذ بالله السميع العليم من الشيطان الرجيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ കർമ്മോത്സുകനും പണ്ഡിത ശ്രേണിയിലെ പ്രഗത്ഭനുമായ ബഹുമാനായ മർഹൂം അബ്ദുർ റസാഖ് മദനി യാത്രയായി. അവസാനത്തെ നിമിഷം പോലും ദൈക്ഷണികമായ ബുദ്ധിപരമായ നേതൃത്വം ഇസ്ലാഹി കേരളത്തെ സംബന്ധിച്ചോളം വളരെ സുപ്രധാനമായ വിടവ് തന്നെയാണ്. ആ ധന്യജീവിതം ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പ്രബോധന രംഗത്തിന് നൽകിയ യാത്രയായ ബഹുമാനായ അബ്ദുർ റസാഖ് മദനി അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി പരലോകത്ത് അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ യാത്രക്കൊരുങ്ങി നിൽക്കുന്ന നമുക്കേവർക്കും അള്ളാഹുവിൻ്റെ ആനന്ദവും ആഹ്ലാദവും ഇരുലോകത്തും അള്ളാഹു നമുക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രബോധനം ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. അങ്ങനെയാണ് ഖുർആൻ നമുക്കത് പരിചയപ്പെടുത്തുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ ഖുർആൻ പഠിതാക്കളായിരുന്നു. നമുക്ക് ചരിത്രത്തെ വിലയിരുത്തുമ്പോൾ യൻഖസിമുൽ മുസ്ലിമൂന ഫിൽ മദീന, മദീനയിലെ മുസ്ലിങ്ങളെ രണ്ടായി വിഭജിക്കാം. ഇമ്മാ മുഅല്ലിം വ ഇമ്മാ മുതഅല്ലിം, ഒന്നുകിൽ അധ്യാപകൻ അല്ലെങ്കിൽ വിദ്യാർത്ഥി. രണ്ടിലൊന്നല്ലാതെ മൂന്നാമതൊരു ഘടകം നബിയുടെ കാലത്തുണ്ടായിരുന്നില്ല. അതൊരു വസ്തുതയാണ്. ഒന്നുകിൽ അധ്യാപകനാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥിയാണ്. ഒരു അധ്യാപകനാകുന്നത് അവൻ പഠിച്ചെടുത്ത ഭാഗങ്ങൾ പ്രബോധനം ചെയ്യുമ്പോഴാണ്.
റുബ്ബ മുബല്ലിഗിൻ ഔ ആമിന സാമ്യ, കേട്ടവരിൽ നിന്ന് പഠിച്ചെടുത്ത അനവധി നിരവധി മുബല്ലിഗുകൾ, പ്രബോധകന്മാർ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. കേട്ടവരിൽ നിന്ന് പഠിച്ചെടുത്ത. അപ്പോൾ ഇസ്ലാഹി കേരളത്തിൻ്റെ ചരിത്രം ഒന്നുകൂടി ശക്തമായ രൂപത്തിൽ പരിവർത്തിപ്പിക്കേണ്ടതുണ്ട്. ഇസ്ലാഹി കേരളത്തിൻ്റെ മുജാഹിദുകളാണെന്നറിയപ്പെടുന്ന ആണും പെണ്ണും പഠിതാക്കളായിരിക്കണം, അല്ലെങ്കിൽ അധ്യാപകരായിരിക്കണം. അത് യഖുദു മിൻ മക്കാൻ വയദ്ഫഉ ഇലാ മക്കാൻ, ഒരു ഭാഗത്ത് നിന്ന് വിജ്ഞാനം സ്വീകരിച്ച് മറുഭാഗത്ത് നൽകുക. അതല്ലാത്തൊരു മുജാഹിദ് യഥാർത്ഥത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതൊരു പരിവർത്തനത്തിൻ്റെ കാഹളമായി നാം സ്വീകരിക്കേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് പണ്ഡിതന്മാർ മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തെയും വിശുദ്ധ ഖുർആനെയും തന്നെ തീർത്തും വ്യഭിചരിക്കുകയാണ്. അവർ ചിന്തിക്കുന്നില്ല, അവർ മനസ്സിലാക്കുന്നത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ മൗലവിമാരോ ഫാറൂഖിമാരോ സുല്ലമിമാരോ മദനിമാരോ ഉണ്ടായിരുന്നില്ല എന്ന കഥ അവർ മറക്കുന്നു. രാജ്യത്തുള്ള ആ മുഴുവൻ മനുഷ്യരും പ്രബോധകന്മാരായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ വർഗവും പ്രബോധിത വർഗമായിരുന്നു. എപ്പോഴും ഖുർആൻ കേൾക്കുന്നു, എപ്പോഴും ഹദീസ് കേൾക്കുന്നു, എപ്പോഴും ക്ലാസ്സുകൾ എടുക്കുന്നു. ആരെവിടെ ഒത്തുകൂടുന്നുവോ അവിടെ ക്ലാസ്സുകളും നിർദ്ദേശങ്ങളും നൽകപ്പെടുന്ന ഒരു സമൂഹം. ഐനമാ നസലു വ ഐനമാ റഹലു, എവിടേക്ക് യാത്ര ചെയ്താലും എവിടെ സഞ്ചരിച്ചാലും മദാരിസുൻ സയ്യാറ, സഞ്ചരിക്കുന്ന കലാലയങ്ങളായിരുന്നു. അതാണ് നബിയുടെ കാലം. അങ്ങനൊരു കാലഘട്ടം ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ പ്രയാസമാണ്. എനിക്ക് തോന്നുന്നു അങ്ങനൊരു സമൂഹം സംസ്കരിക്കപ്പെടാൻ അങ്ങനെയുള്ള സമൂഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന സന്ദേശം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ല ലഫീ ളലാലിൻ മുബീൻ. നിരക്ഷരരായ, വിവരമില്ലാത്ത, അജ്ഞാനികളായ, യാതൊരു വിവരവുമില്ലാത്ത സമൂഹം, ആ സമൂഹത്തിന്റെ മുമ്പിലേക്ക് മുഹമ്മദ് നബി അല്ലാഹു അയച്ചു. ആ പ്രവാചകൻ എന്ത് ചെയ്തു? ആ സമൂഹത്തെ പഠിപ്പിച്ചു. യുഅല്ലിമുഹുൽ കിതാബ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. വൽ ഹിക്മ, നബിയുടെ ചര്യ പഠിപ്പിച്ചു. എന്നിട്ട് വയുസക്കീഹിം, അവരെ സംസ്കരിച്ചു. വഇൻ കാനൂ മിൻ ഖബ്ല ലഫീ ളലാലിൻ മുബീൻ, അത് പഠിക്കുന്നതിന് മുമ്പ് അവർ വ്യക്തമായ ദുർമാർഗത്തിലായിരുന്നു. അപ്പൊ നേർമാർഗത്തിലേക്ക് വരണമെങ്കിൽ പഠനം അനിവാര്യമാണെന്ന് നമുക്ക് തീർത്തും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഒരു പ്രബോധകനായിരിക്കണം ഏത് സമയത്തും ഒരു മുസൽമാൻ. അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അത് പ്രബോധനമായിരിക്കണം. പ്രബോധനമുണ്ടാകണമെങ്കിൽ പഠിക്കണം, യാതൊരു സംശയവുമില്ല. പഠനമൊന്നുമില്ലാതെ വെറുതെ വായാടികളായി നടക്കുന്ന ആളുകളെ പ്രസംഗിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് അർത്ഥഗർഭമായ വാക്കാണ്. ഏതെങ്കിലും പറയാനുള്ളതല്ല ഇവിടെ. ഇവിടെ പഠിക്കണം, പഠിച്ചത് പറയണം, പഠിക്കാത്തത് പറയരുത്. എല്ലാം എനിക്കറിയാമെന്നൊരു ചിന്ത നമുക്കുണ്ടാവരുത്. നമുക്കൊന്നും അറിയില്ല. എത്ര പഠിച്ചാലും പഠനം അവസാനിക്കുന്നില്ല. പഠിക്കുക എന്നത് ലോകത്ത് അള്ളാഹു ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹമുള്ള ദാസന്മാർക്ക് മാത്രം പറഞ്ഞ പണിയാണ്. എല്ലാവർക്കും പറഞ്ഞതല്ല. വായാടിത്തം ആർക്കും ഉപയോഗിക്കാം. വമൻ യൂത്തിൽ ഹിക്മത, വിജ്ഞാനം ആർക്കല്ലാഹു നൽകിയോ ഫഖദ് ഊതിയ ഖൈറൻ കസീറ, വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഉണ്ടോ? ഖുർആനാണ് ഈ പറയുന്നത്, ഖുർആനാണ് നമുക്ക് നൽകുന്നത്. പക്ഷെ പഠിക്കുക എന്നത് നമ്മൾക്ക് ചെറുപ്പകാലം മുതൽ ഇപ്പോൾ വരെ താല്പര്യമില്ലാത്ത വിഷയമാണ്. കുട്ടിക്കാലം മുതലേ പുസ്തകം തൊടുന്നത് ഇഷ്ടമല്ല, വായിക്കുന്നത് ഇഷ്ടമല്ല. എവിടെയും ഹീറോയിസം അത് നമുക്കിഷ്ടമാണ്. പഠനം പഠിക്കുന്നില്ലെങ്കിലും, പഠിക്കാത്ത ഒരാളാണെങ്കിൽ പോലും സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും ഒരു ഹീറോ ആയി ചമയാൻ നമുക്കിഷ്ടമാണ്. പക്ഷെ അതിന് പഠനം ആവശ്യമില്ല. ഹീറോ ആകാൻ ഒരിക്കലും പഠനത്തിൻ്റെ ആവശ്യമില്ല. ഒരു സംസ്കൃത സമൂഹത്തിന് അനിവാര്യമായ ഘടകമാണ് പഠനം. അതുകൊണ്ട് ഒരു പ്രബോധകൻ എന്ന് പറഞ്ഞാൽ ഞാൻ തീർത്തും പഠിച്ച് ഒരു പണ്ഡിതനായതിനു ശേഷമേ
ഞാൻ പ്രബോധനം ചെയ്യാൻ ബാധ്യസ്ഥനാകുന്നുള്ളൂ എന്ന് പറയുന്ന വാദം വിവരക്കുറവാണ്. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നബിയുടെ ക്ലാസ് മസ്ജിദുൻ നബവിയിൽ നടക്കുന്നു. നിങ്ങൾ ഭാവനയിൽ കണ്ടു നോക്കൂ, മസ്ജിദുൻ നബവിയിലെ ക്ലാസ്. ആ ക്ലാസ്സിൽ നിന്ന് ഇതാ ഫറഹത്ത് ക്ലാസ്സിൽ നിന്ന് വിരമിച്ചാൽ ഉടനെ അവരെന്താ ചെയ്യുന്നത്? യുഖ്ബിറുൽ അവ്വല, ആദ്യം അതായിരുന്നു അവരന്വേഷിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പഠിക്കാൻ വേണ്ടി ഫാക്കൽറ്റികൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു സമ്പ്രദായമൊന്നുമില്ല. ഇവരിപ്പോ പല ആളുകളും ആർക്കും പ്രസംഗിക്കാൻ പാടില്ല, ആർക്കും പ്രമോട്ട് ചെയ്യാൻ പാടില്ല, തെറ്റാണ്. ലുക്മാൻ ഹക്കീം തത്വജ്ഞാനിയാണ്, വിവരമുണ്ട്. മകനെ വിളിച്ച് ഉപദേശിച്ചു. എന്താ പറഞ്ഞു നിങ്ങള് മോനോട്? ബാപ്പയാണ് ആര്? ബാപ്പയാണ് തത്വജ്ഞാനി, മോൻ തത്വജ്ഞാനിയല്ല. മനസ്സിലായ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു തങ്ങളെ കുട്ടിക്ക് തങ്ങളാകാം അല്ലേ? പഠിക്കൊന്നും വേണ്ട, ആണോ? വേണ്ട. പക്ഷേ ഒരു മൗലവിന്റെ കുട്ടിക്ക് മൗലവിയാകാൻ പറ്റുമോ? ഇല്ല. ഒരു പണ്ഡിതന്റെ കുട്ടിക്ക് പണ്ഡിതനാകാൻ കഴിയില്ല. ഒരു ഡോക്ടറുടെ കുട്ടിക്ക് ഡോക്ടറാകാൻ കഴിയില്ല. പഠിക്കന്നെ വേണം, പഠിച്ചാലേ ആവുള്ളൂ. തങ്ങളെ കുട്ടിയാവാൻ എന്ത് വേണ്ട? പഠിക്കണ്ട. ഒരു ബ്രാഹ്മണന്റെ കുട്ടിയാവാൻ പഠിക്കണ്ട. ബ്രഹ്മം അറിഞ്ഞോളുന്നില്ല, ബ്രാഹ്മണനാണ് അവൻ. ഇസ്ലാമിന്റെ ചാനലിൽ ജനിച്ചു വളർന്നാൽ മാത്രം പോരാ എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ അർത്ഥം. ആ ചാനലിലൂടെ സഞ്ചരിച്ചാൽ മാത്രം പോരാ. ഇത് ഞാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കടക്കമുള്ള ആളുകൾക്ക് പ്രയാസം തോന്നും. ഇത്രയൊക്കെ പ്രായമായി, ഇങ്ങോട്ട് പഠിക്കാൻ കഴിയൂല, എന്നാ പ്രായമാകുന്നതിന് മുമ്പ് പഠിച്ചോ? അതുമില്ല. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരുപാട് ന്യായങ്ങളാണ് നമ്മുടെ കൈവശമുള്ളത്. ഏതോ ആവട്ടെ, ലുക്മാൻ ഹക്കീം ഹക്കീമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട് അല്ലേ? വഇദ് ഖാല ലുക്മാൻ ലീബ്നിഹി വഹുവ യഇലുഹു, തന്റെ മകനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, യാ ബുനയ്യ, എന്റെ പൊന്നു മകനെ. പ്രബോധനം ആരംഭിക്കുന്നുണ്ടോ? കുടുംബത്തിന് ആരംഭിക്കണം. അഖിമിസ്സല, നമസ്കാരം നിലനിർത്തണം. വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം. എന്താ വിവരമുള്ളത്? ലുക്മാൻ ഹക്കീമിന്റെ മോൻക്ക് എന്ത് വിവരമുള്ളത് എന്നാ പറഞ്ഞത്? നന്മ കൽപ്പിക്കണം. പ്രബോധനം ആവശ്യമാണ്. ഒരു കാര്യം നന്മയാണെന്ന് ബോധ്യപ്പെട്ടാൽ ബോധ്യപ്പെട്ട കാര്യം മറ്റുള്ളവരോട് കൽപ്പിക്കണം. വഅ്മുർ ബിൽ മഅറൂഫ് വൻഹാ അനിൽ മുൻകർ, ഒരു കാര്യം തിന്മയാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ തിന്മയാണെന്ന കാര്യം ബോധ്യപ്പെട്ട കാര്യം നിരോധിക്കണം. അതാണ് പ്രബോധനം. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ആ പ്രബോധനം ലുക്മാൻ ഹക്കീമിന്റെ നമ്മൾ സമ്മതിച്ചു. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് അദ്ദേഹം ആരാണ്? ആ ലുക്മാൻ ഹക്കീം എന്നാണല്ലോ. ഹക്കീം എന്ന് പറഞ്ഞാൽ ജ്ഞാനമുള്ള, തത്വജ്ഞാനിയായ, വിവരമുള്ള ആ മകന്റെ, ആ പിതാവിന്റെ മകൻ ഹക്കീമായിരുന്നോ? അല്ലല്ലോ. പക്ഷേ അദ്ദേഹം പറയുന്നു, മകനെ വിളിച്ചിട്ട് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ. അപ്പോൾ വസ്ബിർ അലാ മാ അസാബക, അതാണ് വിവരം. അതാണ് വിവരം. ആ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളുടെ മനസ്സിൽ വിമിഷ്ടം ഉണ്ടാവില്ലേ? നിങ്ങളൊന്ന് ഇവിടെ കയറി നിന്നിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ അത്രയും വാചകം ഉപയോഗിച്ചാൽ നിങ്ങളോട് കുറേ ആൾക്കാർക്ക് എതിർപ്പുണ്ടാവും. അത് എൻ്റെ നേരെയാണല്ലോ നോക്കിയത് അപ്പം, അല്ലെങ്കിൽ എന്നെ സൂചിപ്പിച്ചതാണോ അത്? അല്ല, അയാൾ ആള് വലിയ ഗുണമല്ല, അയാൾ അത്ര നല്ലവനല്ല, അയാൾ ഫോക്കസ് ചെയ്തത് എന്നെയാണ് എന്നൊക്കെ പറയാം. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്മാരെ പറ്റി അള്ളാഹു പറഞ്ഞപ്പോൾ പറഞ്ഞു, ലിക്കുല്ലി നബിയിൻ അദുവ്വൻ മിനൽ മുജ്രിമീൻ. ലോകത്ത് ജീവിച്ച ഏറ്റവും ഉത്കൃഷ്ടരായ വ്യക്തികളാണല്ലോ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടെന്നാണ് ഖുർആൻ പറയുന്നത്. എങ്ങനെയുണ്ടായി? ശത്രു എന്തെങ്കിലും തെറ്റിയതാണോ? ഇല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ അത്ര ശത്രു ലോകത്താർക്കും ഉണ്ടായിട്ടുണ്ടോ? ലോകം കണ്ട ഏറ്റവും വലിയ ഉത്കൃഷ്ടനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രമാത്രം ശത്രുവിനെ സമ്പാദിക്കാൻ മാത്രം മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഏത് സ്വഭാവത്തിലായിരുന്നു സംസ്കൃതി ഇല്ലാതിരുന്നത്? ആർക്കായിരുന്നു ആ പ്രവാചകന്റെ ജീവിതത്തിൽ മാതൃകയില്ലാതിരുന്നത്? എല്ലാവർക്കും മാതൃകയുള്ളതായിരുന്നു. പക്ഷേ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായി. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ പ്രബോധനം ഏറ്റെടുക്കാതിരിക്കാൻ ഒരു കാരണം എനിക്ക് തോന്നുന്നത്, ലുക്മാൻ ഹക്കീമിന് മകനോട് അത് പറയാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു, നമുക്കതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും നിസ്കരിക്കാനും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കാനും ഒക്കെ പറയാനും ഒക്കെ അത്രമാത്രം യോഗ്യത നമുക്ക് ഇല്ലാത്തതുകൊണ്ട് മക്കൾ തിരിച്ചു ചോദിച്ചാളോ എന്നൊരു പേടി നമുക്ക് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തൽക്കാലം പൊരേന്ന് നിർത്തിക്കാഞ്ഞി പ്രബോധനം. അവിടെ അധികം പറയലില്ല. അവിടെ നടക്കൂലെന്ന് വിചാരിച്ചിട്ടാണോ അതും എനിക്ക് അറിഞ്ഞൂടാ. ഏതായിരുന്നാലും പൊരേല് പറയലില്ല. ഒരു കുടുംബത്തിലുള്ള മാതാപിതാക്കൾ ഒന്നിച്ചിരുന്ന് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിലെങ്കിലും ഉണ്ടായാൽ സംശയിക്കേണ്ട, ഈ തലമുറ നന്നാവും.
പക്ഷെ അതിന് പിതാവെന്ന് പറയുന്ന ആൾക്ക് ഒന്നുകിൽ ഒരു ചെറിയ വിവരമുണ്ടാവണം. ആ വിവരമുണ്ടാകാൻ അദ്ദേഹം പഠിക്കണം, വേണ്ടേ? ഇനി ആ വിഷയം ചർച്ച ചെയ്യപ്പെടണം കുടുംബത്ത്. ഓരോ വിഷയങ്ങൾ ഇപ്പോൾ സുബഹി നിസ്കരിച്ച് കഴിഞ്ഞാൽ മക്കളും ഭാര്യയും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു ചർച്ച. അപ്പൊ ആ ചർച്ചയിൽ നിന്ന് പിതാവിന് എന്ത് പറയേണ്ടതുണ്ട്, മാതാവിന് എന്ത് പറയേണ്ടതുണ്ട്, മക്കൾ എന്ത് പകരേണ്ടതുണ്ട്, അതേ സംബന്ധിച്ചൊരു ചർച്ച. അതാണുള്ള പ്രബോധനം, അല്ലേ? അങ്ങനെ പറയാൻ ധൈര്യമുള്ള അതായത് ഒരു 25 വയസ്സായ ഒരു ആൺകുട്ടിയോട് മോനെ നീ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം എന്ന് പറയാൻ ധൈര്യമുള്ള മാതാപിതാക്കൾ ഇന്ന് ഭൂലോകത്ത് കുറവാണ്. കാരണം ഓൻ വിരൽ ഇങ്ങോട്ട് ചൂണ്ടും. ചെറുപ്പത്തിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും 10-12 വയസ്സ് വരെ അവരെന്ത് ചെയ്യും? ഓ എന്താണ് ചെയ്യുക, അത് പ്രശ്നമല്ല. വലുതായി കഴിഞ്ഞാൽ വർത്താനം പറഞ്ഞാലേ കൂടുതൽ പറയണ്ട, നിങ്ങൾ പുറത്ത് പോയിട്ട് പറഞ്ഞോളി എല്ലാ കാര്യങ്ങളും, ഇവിടെ വേണ്ട. ഇവിടെ എനിക്കറിയാം നിങ്ങളുടെ പ്രബോധനം എന്താണെന്ന് എനിക്കറിയാം, നിങ്ങളത് ഉൾക്കൊണ്ടവനല്ല എന്ന് പറഞ്ഞാൽ തീർന്ന്. അവിടെ നമ്മൾ ഭയപ്പെടുന്നത് കൊണ്ടാണോ പഠിക്കാതിരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ, അതോ പഠിക്കുന്നതിന് തന്നെ ഭയമുണ്ടായതുകൊണ്ടാണോ പഠിക്കാതിരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഏതായിരുന്നാലും പ്രബോധനം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും കനപ്പെട്ട ബാധ്യതയാണെന്ന് ബോധ്യപ്പെടുക, കനപ്പെട്ട ബാധ്യതയാണ്. അതിന് ഞാൻ പറയുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ലുക്മാൻ ഹക്കീം വിവരമുള്ളവനായിരുന്നു, മകന് വിവരമില്ല. വിവരമില്ലാത്ത മകനോടാണ് പറയുന്നത് നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. പ്രബോധനം മകന്റെ ബാധ്യതയാണ്. ആ ബാധ്യത ഏറ്റെടുക്കണം. അതിലെന്ത് വേണം? മകൻ പഠിക്കണം. വിജ്ഞാനമില്ലാത്തൊരാൾക്ക് പ്രബോധനം എന്ന് പറയുന്നത് അത് കൃത്യമായും ഇസ്ലാമികമായ നിയമത്തിനോട് പൂർണ്ണമായും യോജിക്കുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അതിനുശേഷവും വിവരമില്ലാത്ത ഒരൊറ്റ കുട്ടിയും പ്രബോധന രംഗത്തുണ്ടായിരുന്നില്ല. ഞാനൊരു ചെറിയ സംഭവം പറയാം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മജ്ലിസിൽ, ഷൂറയിൽ, കമ്മിറ്റിയിൽ, അവിടുത്തെ ആ അദ്ദേഹത്തിൻ്റെ ഭരണസാരഥികളിൽ എല്ലാവരും ഹുമുൽ ഖുറാ, എല്ലാവരും ഖുർആൻ പഠിച്ചവരാണ്. അപ്പോൾ ഒരു ദിവസം ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു അറാബി വന്നിട്ട് പറഞ്ഞു, ഒരു നീതി ഞങ്ങൾക്ക് നിങ്ങൾ ചെയ്തിട്ടില്ല, ജസിൽ നിങ്ങൾ ഞങ്ങൾക്ക് ജീവ സൗകര്യം നൽകിയിട്ടില്ല, നിങ്ങൾ ഞങ്ങളോട് നീതിപൂർവ്വം പെരുമാറിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അടിച്ചു വീഴ്ത്താൻ മാത്രം അദ്ദേഹത്തിന് പ്രയാസം തോന്നി ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തൊട്ടടുത്തുണ്ടായിരുന്ന സഹാബി ഖുർആൻ ഓതി കേൾപ്പിച്ചു. വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക, വൻഹി അനിൽ മുൻകർ, തിന്മ വിരോധിക്കുക. അതോടൊപ്പം ചെയ്യേണ്ട ഒരു ബാധ്യതയും കൂടി ഉണർത്തി കൊടുത്തു. എന്താ? വാരിൽ അൽ ജാഹിലീൻ, വിവേകമില്ലാത്ത ആളുകൾ പലതും പറയും, ഉമർ റളിയല്ലാഹു അൻഹു വിട്ടേക്കണം. ആ വിഷയം പറഞ്ഞെടുത്ത് പറയുന്നു, ആ കേട്ടു നിന്ന സഹാബി പറയുന്നു, കാന ഉമറു വഖാഫൻ ഇൻദ കിതാബില്ലാഹി തആല. ഉമർ റളിയല്ലാഹു അൻഹു ഖുർആന്റെ മുമ്പിൽ എല്ലാ വികാരങ്ങളും അടങ്ങിപ്പോവും. ഉമർ റളിയല്ലാഹുവിന്റെ എന്താ? ആ ഖുർആൻ എന്ന് പറയുന്ന കാര്യം കേട്ടപ്പോൾ നിന്നു. അപ്പൊ അതൊരു പ്രബോധനാണ്. ഉമർ റളിയല്ലാഹുവിന് ഇന്നെ പറയാൻ നീ ആര് എന്നല്ല ചോദിച്ചത്, ആണോ? ഇപ്പം നമ്മളിപ്പോൾ ഖുർആൻ, ഒരാളിപ്പോൾ നമ്മളോട് എൻ്റെ അടുത്ത് തെറ്റ് വന്നു, നിങ്ങൾ ഖുർആൻ്റെ ആയത്ത് ഓതിയിട്ട് പറയാം അത് ഇന്ന് തെറ്റാണ്, ഞാൻ അവിടെ നിൽക്കണമെന്നായിരിക്കുമോ? ഉമർ റളിയല്ലാഹുവിൻ്റെ കാര്യം അല്ല. അങ്ങനെ നിങ്ങൾ ഒരായത്ത് മാത്രം പഠിച്ചിട്ട് അടുത്തേക്ക് വരണ്ട, ഒരുപാട് ആയത്ത് പറയുന്നുണ്ട്, 100,000 ആയത്ത്. പക്ഷെ ഇന്ന് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം നിങ്ങൾ പറഞ്ഞു തരി. ഈ ആയത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനാണോ, അല്ലെ നിങ്ങൾ ചെയ്ത തെറ്റൊക്കെ ചെയ്യാനാണോ ഈ ആയത്തുകൊണ്ട് വിവക്ഷ എന്ന് നിങ്ങളും ചോദിച്ചു നോക്കി. അപ്പം അറിയാം ഞാൻ ഖുർആൻ്റെ അടുത്ത് നിൽക്കണമെന്നാണോ എന്ന്. ശരി, അപ്പം എന്താ കാരണം? നമുക്കെല്ലാവർക്കും അറിഞ്ഞൂടാ. അതുകൊണ്ട് ഖുർആൻ പഠിക്കണം, തീർത്തും പഠിക്കണം, യാതൊരു സംശയമില്ല. മുജാഹിദുകളായ ആളുകൾ, ഖുർആൻ പഠിക്കാത്ത ആളുകൾ ഉണ്ടാവരുത് എന്നൊരു തീരുമാനം മുജാഹിദുകൾ എടുക്കണം. അപ്പോൾ ഖുർആൻ പഠിച്ച ആളുകൾക്ക് വിവരമില്ലാത്ത ആളുകൾ പ്രബോധനം ചെയ്യണം എന്ന് പറയുന്ന ഒരു വശല്ല, തീർത്തു മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ചില ആളുകളുടെ സംഘടന പാടില്ല, അതും വിധേയത്ത്, പിന്നെ നിങ്ങൾക്കൊന്നും പ്രബോധനം ചെയ്യാൻ പാടില്ല. അപ്പം നിങ്ങളൊക്കെ വീടുകളിലൊക്കെ പോയി സ്ക്വാഡ് വർക്കും പ്രബോധനമൊക്കെ നടത്താറുണ്ട്. അതിന് വേണ്ട ആവശ്യമായ ആയത്തുകളും ഹദീസുകളും നിങ്ങൾ പഠിക്കാറുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പറയാറുണ്ട്. പക്ഷെ ആ പറയുന്ന കാര്യം ഒന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ഏറ്റവും ചുരുക്കം 100% ഉണ്ടായിട്ട് പറയാൻ കഴിയില്ല. കഴിയോ? നിങ്ങൾ തോന്നുന്നുണ്ടോ പറയാൻ കഴിയുന്നു? 100% ഉണ്ടായിട്ട് ഇല്ല. കാരണം എന്താ അറിയോ? ഇപ്പം നിങ്ങളെ ഭാര്യനോട്, നിങ്ങളെ ചെലവിൽ കഴിയുന്ന മകളോട് നിങ്ങൾ കാര്യങ്ങൾ പറയാം, അല്ലേ? നിങ്ങൾ വിവാഹം കഴിച്ചതിന് ശേഷം നിങ്ങളെ മകളെ, ഭർത്താവിനെ നിങ്ങൾ പഠിപ്പിച്ചു കൊണ്ടുവരാൻ അപ്പം തൽക്കാലം ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞോളുന്നില്ല, ഉണ്ടോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യും?
കെട്ടിച്ചില്ല ഞാൻ എന്താക്കാൻ. പക്ഷെ കെട്ടിക്കുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടതാണ് ആര് കെട്ടിക്കുക എന്നുള്ളതിനെ പറ്റിയൊക്കെ, അത് വേറെ വിഷയം. ഏതാട്ടെ, കെട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താവും? ഓല് കൊണ്ടുപോകും, പോലെ കൊണ്ടുപോകും അല്ലേ. അതിന് അവിടെ നമുക്ക് പ്രബോധനം ചെയ്യാം, പക്ഷേ ആ പ്രബോധനം ഫലപ്രദമായി കൊള്ളണമെന്നില്ല. അപ്പൊ ഏതായിരുന്നാലും ദഅവത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു പറയുന്നു, ഓരോരുത്തരുടെയും ബാധ്യത എന്ന് പറയുന്നതിന് ആമുകാട്ടൊപ്പം പറഞ്ഞതാണ് ഓരോരുത്തരും ഖുർആൻ പഠിക്കൽ ബാധ്യത. എന്നിട്ട് ഓരോരുത്തരുടെയും ബാധ്യത എന്ത്? വൽതക്കും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു സമൂഹം എക്കാലവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഖുർആൻ പഠിച്ച ഇത് തീരൂല, മുറിഞ്ഞു പോവില്ല. എത്രയോ ആളുകൾ ഖുർആൻ നകന്നു പോയാലും ഹദീസ് നകന്നു പോയാലും നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു സമൂഹം എക്കാലവും ഇവിടെ ഉണ്ടാവും. അത് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. നന്മ കൽപ്പിക്കുക, തിന്മ പ്രബോധനം ചെയ്യാത്തവൻ വിജയിയല്ല. അപ്പം പ്രബോധനം ചെയ്യാതെ ഞാൻ നിസ്കരിക്കലുണ്ട്, ഞാൻ നോമ്പ് വിൽക്കലുണ്ട്, ഞാൻ ആരെ കാര്യത്തിൽ ഇടപെടാനുമില്ല എന്ന് പറഞ്ഞാൽ നടക്കൂല. അപ്പം നമ്മൾ മുസ്ലിമായില്ല. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഇത് നിയമമാണ്. സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു പറയുന്നു. ഇനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കൈവശമാണോ അവൻ തന്നെയാണ് സത്യം. ലതഅ്മുറുന്ന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മ നിങ്ങൾ വിരോധിക്കുക തന്നെ വേണം. ഔല യൂശിക്കന്നല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബത്തൻ മിൻഹു, അല്ലെങ്കിൽ അല്ലാഹുവിൽ നിന്ന് ശിക്ഷ ഇറങ്ങും. കേട്ടോ, ശിക്ഷ ഇറങ്ങും അത്രേ. പ്രബോധനം നിർത്തിയാൽ ശിക്ഷ ഇറങ്ങും. ഇപ്പൊ പൊരയിലൊന്നും പ്രബോധനം ഇല്ലല്ലോ നമ്മളെ, ഉണ്ടോ? അതിനനുസരിച്ചുള്ള ശിക്ഷ നമുക്ക് ഇറങ്ങുന്നുണ്ടോ? നിങ്ങൾ വെറുതെ ആലോചിച്ചാൽ മതി. ഞാൻ എൻ്റെ വീട്ടിൽ ആലോചിക്കുക, നിങ്ങളെ വീട്ടിൽ ആലോചിക്കുക, എന്തൊക്കെ ശിക്ഷയാണ് വരുന്നത് നമുക്ക്. ആ വരുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എൻ്റെ ആത്മാവ് ആരുടെ കൈവശമാണോ അവൻ തന്നെ സത്യം. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും തന്നെ വേണം, അല്ലെങ്കിൽ അവനിൽ നിന്നുള്ള ശിക്ഷ ഉണ്ടാവും. എന്നിട്ട് റസൂൽ പറയാൻ, അങ്ങനെ ശിക്ഷ വരുമ്പോൾ സുമ്മത്ത് ദുഊനഹു, നിങ്ങൾ ആ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, പടച്ചവനെ രക്ഷപ്പെടുത്തണമെന്ന്. ഫലാ യുസ്തജാബ ലക്കും, നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല. അപ്പം പ്രബോധനം നിർത്തിവെച്ചാൽ ദുആ ചെയ്താൽ ഉത്തരം കിട്ടൂല. അപ്പൊ ആലിമീങ്ങൾക്ക് മാത്രം മതിയോ ഉത്തരം? മതിയോ? ചിലർ പറയാറുണ്ടേ ആലിമീങ്ങൾ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന്. ഖുർആൻ പറയുന്നത് എല്ലാവരും ഇത് ചെയ്തോളണം. ഇപ്പൊ ഒരു പിതാവ് വീട്ടിൽ അങ്ങനല്ലേ, പ്രബോധകനല്ലേ, മാതാവ് പ്രബോധിതയല്ലേ, അവിടുത്തെ പ്രബോധനം നടന്നുകൊണ്ടേയിരിക്കണം. മാതാപിതാക്കൾ കുടുംബത്ത് പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ആദ്യമായി കൊടുത്ത നിർദ്ദേശത്തിൽ പ്രധാനമായിട്ടൊരു നിർദ്ദേശം, പുറത്തേക്ക് പ്രബോധനം ആരംഭിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തപ്പോൾ എന്താ കൊടുത്തത്? ഖുർആൻ സൂറത്ത് ശൂറായിൽ പറയുന്നു, അൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, മുഹമ്മദേ നീ അടുത്ത കുടുംബത്തോടാണ് പ്രബോധനം ആരംഭിക്കേണ്ടത്. കണ്ടോ, നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് നമ്മളെ ഭാര്യ, നമ്മളെ മക്കള്, അതാണല്ലോ നമ്മളെ അടുത്ത കുടുംബം അല്ലേ. അതിനടുത്തേക്ക് പിന്നെ എളാപ്പ, മൂത്താപ്പ, മക്കൾ, അങ്ങനെ എല്ലാവരിലേക്കും നമ്മൾ എത്തണം. അങ്ങനെ നബി ഈ ആയത്തിറങ്ങിയപ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരും വിളിച്ചു, എല്ലാ കുടുംബത്തിനും കുറേശ്ശിയൊക്കെ വിളിച്ചു. ഓരോരുത്തരോടും ഇൻഡിവിജ്വലായിട്ട്, ഖാസായിട്ടും ആമായിട്ടും മൊത്തത്തിലും പ്രത്യേകമായും നബി പ്രബോധനം ചെയ്തിട്ട് പറഞ്ഞു. അവസാനം വിളിച്ചിട്ട് മോളെ വിളിച്ചു. അവസാനത്തെ വിളി നബി വിളിച്ചത് ഈ ആയത്തിന്റെ അവതരണത്തിന് ശേഷം ഫാത്തിമയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, യാ ഫാത്തിമ അൻഖിരി നഫ്സകി മിനൻ നാർ, നരകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചോളണം. സലീമിനും മാലി ഉപ്പന്റെ മുതൽ വല്ലതും സമ്പാദിച്ചെങ്കിൽ നിനക്ക് ചോദിക്കാം, അത് ഞാൻ നിനക്ക് നൽകാം. പക്ഷേ ഫലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, അള്ളാഹുവിൽ നിന്ന് വല്ല ശിക്ഷയും വരുമ്പോൾ എനിക്ക് തടുക്കാൻ കഴിയില്ല. പ്രബോധനം ഓരോ കുടുംബത്തെയും ഖാസായി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആമായിട്ട് മൊത്തത്തിൽ ജബൽ നൂറിന്റെ പർവ്വതങ്ങളിൽ കയറി ഓരോ ചന്തകളിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തിയിട്ടുണ്ട്. ഈ പ്രബോധന രംഗത്തൊക്കെ സഹാബാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കുചേർന്നുണ്ട്. നമുക്ക് വളരെ സുപ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും വലിയ, തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ ഒരു അപകടകരമായ ഒരു സാഹചര്യത്തിൽ പോയി പെട്ടു. നിങ്ങൾക്കറിയാം, ജയിലിൽ, കാരാഗൃഹത്തിൽ പെട്ടു. നിങ്ങൾക്കറിയാം അല്ലേ. ആ സന്ദർഭത്തിലും കിട്ടിയ ആളുകളോട് പ്രബോധനം ചെയ്യാനാണ് യൂസുഫ് നബി തയ്യാറായത്. അത് ഖുർആൻ സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ട് അല്ലേ. അവരാണെങ്കിലോ വളരെ പ്രയാസം പിടിച്ചൊരു ഘട്ടം എന്ന് പറഞ്ഞാൽ, ഇപ്പം ചില സമയത്ത് നമ്മളൊക്കെ കാണുന്ന ചില സ്വപ്നങ്ങളുണ്ടല്ലോ, അത് നമുക്കത് ചിലപ്പോൾ ചില വല്ലാണ്ട് പ്രയാസം ഉണ്ടാക്കും അല്ലേ. നല്ല ഓർമ്മ, കണ്ട സ്വപ്നം വല്ലാതെ ഓർമ്മ. ഇപ്പം ചില ആളുകളൊക്കെ മരിച്ച ആളുകൾ അങ്ങനെ നിരന്തരമായി കാണും. സ്വന്തം ഉപ്പാനെ തന്നെ, അല്ലെങ്കിൽ ഉമ്മാനെ തന്നെ, അല്ലെങ്കിൽ പെങ്ങന്മാരെ, അല്ലെങ്കിൽ മരിച്ച നമ്മളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ. അപ്പം നമുക്കൊരു ഭയം, എന്തോ ഒന്ന് എനിക്ക് ഒരു ഇൻഫർമേഷൻ ആണോ
ഒരു ഭയം ഉണ്ടാവാറുണ്ട് അല്ലേ? ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ വളരെ മാനസികമായി പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാരാഗൃഹത്തിൽ കഴിയുന്ന യൂസുഫ് നബിയുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടാളുകൾ വളരെ പ്രയാസത്തോടു കൂടി ഒരു സ്വപ്ന വ്യാഖ്യാനം അറിയാൻ യൂസുഫ് നബിയുടെ അടുത്ത് വന്നപ്പോൾ യൂസുഫ് നബി പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, പക്ഷെ അതിൻ്റെ മുമ്പ് എനിക്ക് നിങ്ങളോട് പ്രബോധനം നടത്താനുണ്ട്. ഉണ്ടോ? ആദ്യം ചെയ്യേണ്ടത് പ്രബോധന. സാധാരണ നമ്മളൊക്കെ പറയാറുള്ളത്, ഒരു പ്രബോധനം നടത്തിയിട്ടാണോ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്? വളരെ പ്രയാസം പിടിച്ച മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന ഒരാളോട് നമ്മൾ പ്രബോധനമാണോ നടത്തേണ്ടത്? അതോ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണോ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കൂട്ടത്തിൽ ആദ്യം വേണ്ട കാര്യമല്ല ചെയ്തു കൊടുക്കേണ്ടത്, ആദ്യം കാര്യമാണ് പറയേണ്ടത്. അതാ അപ്പം യൂസുഫ് നബി പറഞ്ഞ സുഹൃത്ത് യൂസുഫ് തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നത്തെ പ്രഭാത ഭക്ഷണം എത്തുന്നതിന് മുമ്പായി ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. പക്ഷേ അത് ഞാൻ പറഞ്ഞുതരാൻ ഞാനല്ല പറയുന്നത്, ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി, ഞാൻ നിങ്ങളോട് പറയുന്ന സ്വപ്ന വ്യാഖ്യാനമുണ്ടല്ലോ, നിങ്ങളോട് രണ്ടുപേരോടും പറയുന്ന സ്വപ്ന വ്യാഖ്യാനം, അത് എനിക്ക് അള്ളാഹുവിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്തതാണ്. അതുകൊണ്ട് അള്ളാഹു എന്നെ പ്രത്യേകം പഠിപ്പിച്ച ജ്ഞാനമാണ്, അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നൽകാൻ പോകുന്നത്. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് എന്താ അദ്ദേഹം പറഞ്ഞറിയോ? അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. യൂസുഫ് നബി ആ മനുഷ്യരോട് ചോദിച്ചു, ഇവിടെ റബ്ബുൽ ബർറ്, റബ്ബുൽ ബഹർ, റബ്ബുൽ മത്തർ, നമുക്ക് മഴ വർഷിപ്പിക്കുന്ന രക്ഷിതാവ്, അല്ലെങ്കിൽ അന്നദാതാവ്, അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ ബുദ്ധി നൽകുന്ന, അങ്ങനെ ഓരോന്നിനും ഓരോ ദൈവങ്ങളാണോ? അതാണോ ഉത്തമം? അതോ ഏകനായ പടച്ച തമ്പുരാനാണോ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ന് ചോദിച്ച് പ്രബോധനം ആരംഭിക്കുന്നു. അതാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ പ്രബോധനത്തിന് സ്ഥലോ കാലോ ഒന്നും പ്രശ്നമല്ല. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ ഇപ്പം ബാപ്പ മക്കളോട് നിർബന്ധമായും പ്രബോധനം ചെയ്യേണ്ടി വരും. പക്ഷെ സാധാരണ നമ്മളൊക്കെ ബാപ്പ പ്രബോധനം ചെയ്തിരുന്നത്, കഴിഞ്ഞ തലമുറയിലുണ്ടായിരുന്ന പിതാക്കന്മാരൊക്കെ പ്രബോധനമല്ല ചെയ്തത്, ചീത്ത അറിയരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഹോ ശരിയാ, പള്ളികൾക്ക് പള്ളി ഒരു ആട്ടല. അപ്പം പള്ളി ഒരു ഇതൊക്കെ ഒരു ആട്ടിച്ചെല്ലാനുള്ള ഒരു ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല. അപ്പം ആ കുട്ടി എന്ത് ചെയ്യും? പള്ളിയുടെ പരിസരത്തോടെയും പോയി നിന്നിട്ട് അവിടുന്ന് കടലക്കുട്ടായി നിന്ന് മുഖമൊക്കെ പൈപ്പിൽ നിന്ന് കഴുകി നിസ്കരിച്ചമായി. കാരണം ബാപ്പാടില്ലല്ലോ, പ്രബോധനം ചെയ്ത ആളവിടെ ഇല്ല. വേറെ അവിടെ നിന്ന് പള്ളിക്കൽക്ക് കൊണ്ടാണ് പള്ളിക്കൽക്ക് കുട്ടിനെ ആട്ടിയിട്ട് മൂപ്പര് പോലെ കുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. ഒരു ഏറെക്കുറെ പഴയ തലമുറയിൽ അതുണ്ടായിരുന്നു. പക്ഷെ ആ തലമുറ ഇപ്പോൾ വഴി മാറിയിട്ടുണ്ട്. ഏറെക്കുറെ പറയുന്ന കാര്യം ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? എന്നാൽ എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ സ്വന്തം നെഞ്ഞത്ത് കൈവച്ച് ചിന്തിച്ചു നോക്കി, സാധിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ എല്ലാ കാര്യങ്ങളും സാധിക്കും നിങ്ങൾക്ക് കഴിയില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും സാധിച്ചാൽ നിങ്ങൾ മലക്കായി പോവും. മനസ്സിലായില്ല? അള്ളാഹു എന്തെന്ന് കൽപ്പിക്കുന്നുവോ അതൊരു കാരണവശാലും ഒരു പോയിന്റ് പോലും വ്യത്യാസം വരാതെ ആ പകർത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗം മലക്കുകൾ മാത്രമാണ്. മനുഷ്യൻ അങ്ങനല്ല. മനുഷ്യൻ കുറച്ച് പകർത്തും, അതിൽ കുറച്ച് വിടവുണ്ടാവും, അതിൽ കുറച്ച് പിന്നെയും കുറച്ച് പകർത്തും, അതിലും കുറച്ച് വിടവുണ്ടാവും. അപ്പോഴേ മനുഷ്യനാവുള്ളൂ. നമ്മളെല്ലാം പകർത്താത്തതൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ലിമ തഖൂലുന മാ ലാ തഫ്അലൂന. അപ്പോൾ കായത്ത് വന്ന് അത് എന്തിനാ ചെയ്യാൻ കഴിയാത്തത് പറയാൻ നിൽക്കുന്നത്? ചെയ്യാൻ കഴിയാത്തത് പറയാൻ നിൽക്കുന്നത് ആ വിഷയം എന്താ? നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരു വീട്ടിലൊരു കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആ കാര്യം നമ്മുടെ അടുത്തുണ്ടോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കും. എന്തായിരുന്നാലും നമുക്ക് മനസ്സാക്ഷിക്കുത്തുള്ള കാര്യം മറ്റുള്ളവരോട് നമ്മൾ പറയാൻ പ്രയാസം ഉണ്ടാവും, അല്ലേ? അപ്പോൾ സ്വാഭാവികമല്ലേ? പക്ഷെ ആ അത്രയും പ്രയാസമില്ലാതെ സംസാരിക്കുന്ന ആളുകളുണ്ട്, ഒരു പ്രയാസവും ഇല്ലാതെ. അവർ യഥാർത്ഥത്തിൽ പ്രൊഫഷണൽ കില്ലേഴ്സായ ഈ രംഗത്തുള്ള ആളുകളാണ്. അവർ പ്രൊഫഷണലിസ്റ്റാണ്. അപ്പം ഈ പ്രൊഫഷണലിസം ഈ രംഗത്ത് ഇസ്ലാമിൽ പ്രബോധനം ഒരു പ്രൊഫഷണലിസം അല്ല. അതുകൊണ്ടാണ് നബി പറഞ്ഞത് ഇമാം വെക്കുന്നവർക്ക് ശമ്പളം കൊടുക്കണ്ട, ബാങ്ക് കൊടുക്കുന്നവർക്ക് ശമ്പളം കൊടുക്കണ്ട. പക്ഷെ ഇന്നൊക്കെ അത് പറഞ്ഞാൽ നടക്കൂ? ബാങ്ക് കൊടുക്കുന്നവർക്ക് ശമ്പളം കൊടുക്കണ്ട അറിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? നല്ല ഇസ്ലാം അല്ലേ? അതാരാ ബാങ്ക് കൊടുക്കുന്നത്? മലപ്പുറം ജില്ലയിലുള്ള കോഴിക്കോട് ബാങ്ക് കൊടുക്കുന്നവരും മലപ്പുറം ജില്ലയിൽ കോഴിക്കോട്ടുള്ളവർ പോയി ബാങ്ക് കൊടുത്തിട്ടല്ല. പുറൻ്റെ അടുത്ത് പള്ളി ഉണ്ടാക്കി അവിടെ ബാങ്ക് കൊടുക്കണം. അവിടുത്തെ തന്നെയാണ് ഓൻ ബാങ്ക് കൊടുക്കുന്നത്, അവിടുത്തെ ഒരാൾ നിസ്കരിക്കുന്നത്. ഞമ്മക്ക് അതിന് കഴിയുമോ? ഇല്ല. ഇനി അഥവാ ബാങ്ക് കൊടുക്കണ ഒരാളവിടെ ഉണ്ടെങ്കിലോ ബാങ്ക് കൊടുക്കാൻ നമ്മൾ മുമ്പിൽ ഉണ്ടാവുകയും ചെയ്യും. ഒരാൾ ബാങ്ക് കൊടുക്കാൻ ഉണ്ടെന്ന് വെച്ചോളി, എന്നാലും ഞാൻ കൊടുത്തോളാം. ആരുമില്ലേ? ഞാൻ പോകില്ല. കാരണം എല്ലാവരും ഉണ്ടാകുമ്പോൾ ഞാൻ കൊടുക്കാം. കാരണം എൻ്റെ അടുത്തൊരു ബാങ്ക് സ്റ്റോക്ക് ഉണ്ട്, അത് പാകിസ്ഥാൻ ബാങ്കാണ്. അത് കേട്ടോളി, അത് കേൾപ്പിക്കല. അവിടെ ഞാനതാ നേരത്തെ പറഞ്ഞത്, ഒന്നുകിൽ ഹീറോയിസത്തിന് വേണ്ടിയിട്ട് രംഗത്ത് വരിക, അത് പ്രബോധനമല്ല. നമ്മൾ സംസ്കരണ പ്രക്രിയക്ക് വേണ്ടിയിട്ടായിരിക്കണം
പ്രബോധന രംഗത്ത് വരുന്നത് കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾ നടത്താതിരുന്ന ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ. ആരൊക്കെ എന്തൊക്കെ നിങ്ങളോട് പറഞ്ഞാലും ശരി, പ്രബോധന ദൗത്യം നമ്മളുടെ ബാധ്യതയാണ്. പഠനമോ അത് നമ്മളുടെ അതിലേറെ ബാധ്യതയാണ്. പഠിക്കാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗുരുമുഖത്ത് തന്നെ പഠിച്ചോളുന്നില്ല, അങ്ങനെ മനസ്സിലാക്കണ്ട. ഗുരുമുഖത്ത് തന്നെ പഠിച്ചോളുന്നില്ല. പഠനം എന്ന് പറഞ്ഞാൽ മരണം അവസാനത്തെ പഠനമാണ്, അല്ലേ? അത് ആരെയും പഠിപ്പിക്കാൻ കഴിയില്ല നമുക്ക്. അയ്യോ, മരണം നമുക്ക് അവസാനത്തെ പഠനമാണ്. കാരണം അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനത് നിനക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷെ ഓരോ കാര്യങ്ങളും നമ്മൾ വായിക്കാറുണ്ട്. പഠനത്തിന് ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളുടെ മുമ്പിൽ ഒരു ഇന്റർനെറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. അതൊരു പഠനത്തിന് നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വളരെയധികം പഠിക്കാൻ കഴിയും. ഒരുപാട് പഠനത്തിന്റെ മേഖലകളുള്ളതാണ്. പക്ഷെ എങ്ങനെ നോക്കിയാലും ഞാൻ പഠിക്കൂല എന്ന് പറഞ്ഞാലോ, ഓൻ പഠിക്കൂല. നമ്മളിപ്പോൾ നമ്മളെ മക്കളോട് പറയലുണ്ട്, മോനെ പഠിക്കണം, ബെസ്റ്റായിട്ട് പഠിക്കണം. നമ്മളെ വാപ്പാര് നമ്മളോട് അങ്ങനെ പറഞ്ഞില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ പ്രായമുള്ള ആൾക്കാരോടൊന്നും വാപ്പാര് അങ്ങനെ പറഞ്ഞിട്ട് പഠിച്ചല്ലതൊന്നും. ഇത് അങ്ങനെ ചക്കെറിഞ്ഞ് മാങ്കൊണ്ട് അടക്ക വീണ് അങ്ങനെ BCom പാസ്സായി, അല്ലെങ്കിൽ MCom പാസ്സായി, അല്ലെങ്കിൽ MA പാസ്സായി, അല്ല അങ്ങനെ അല്ലാണ്ട് വാപ്പ മോനെ പഠനത്തിൻ്റെ ഗുണം വാപ്പ മനസ്സിലാക്കുകയോ അതിന് നമുക്കത് പ്രബോധനം ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പറഞ്ഞു തന്നുകയോ അല്ല. നമ്മൾ യാദൃശ്ചികമായി ഇവിടെയൊക്കെ എത്തിയതാണ്, മനസ്സിലായി? നേരെ മറിച്ച് ഇപ്പോഴത്തെ തലമുറ അതല്ല. ഇപ്പോഴത്തെ തലമുറ മാതാപിതാക്കൾക്ക് ബോധേടാണ്. അവർക്കറിയാം പഠനത്തിന്റെ നിലവാരം, പഠിക്കാത്തവരുടെ നിലവാരമില്ലായ്മ, അല്ലേ? അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ അതിന് വേണ്ട എല്ലാ പ്രോത്സാഹനവും കൊടുക്കുന്ന കാലം. പക്ഷെ ഈ എല്ലാ പ്രോത്സാഹനവും എല്ലാ വിജ്ഞാനത്തിനും കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ പ്രബോധനം നമ്മുടെ ബാധ്യതയാണെന്ന് നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അത് ഒന്നും കിട്ടൂല. കെമിസ്ട്രി പഠിച്ചാൽ കിട്ടൂല, ഫിസിക്സ് പഠിച്ചാൽ കിട്ടൂല, സുവോളജി പഠിച്ചാൽ കിട്ടൂല, ബയോളജി പഠിച്ചാൽ കിട്ടൂല. പിന്നെ എവിടുന്ന് കിട്ടണം? ധാർമ്മികമായ രംഗത്ത് നിന്ന് പഠനം നടത്തുക തന്നെ വേണം. അതിനാത്തരം കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ട് അത് കൃത്യമായി മനസ്സിലാക്കി മറ്റുള്ളവരോട് പ്രബോധനം ചെയ്യാൻ സാധിക്കണം. അപ്പം നമ്മളുടെ ജീവൻ തന്നെ പ്രബോധനായി. അപ്പം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തൊരു വ്യക്തി റഹ്മാനായ തമ്പുരാനോട് എന്ത് തന്നെ ചോദിച്ചാലും ഉത്തരം തരില്ല എന്ന് പറഞ്ഞാൽ പ്രബോധനം അനിവാര്യമായി വന്നില്ലേ? അല്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് മാത്രമേ ഉത്തരം കിട്ടൂന്നല്ലാവില്ലേ? മനസ്സിലായില്ല? പ്രാർത്ഥിച്ചാൽ ഉത്തരം തരൂല എന്ന് റസൂലുള്ള പറയുമ്പോൾ അത് പണ്ഡിതന്മാർക്ക് മാത്രമേ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുള്ളൂ? അല്ലല്ലോ, മനുഷ്യന് കൊടുക്കണ്ടേ? എങ്കിലല്ല അള്ള നീതിമാനാവൂ. ആ നീതിമാനായ റബ്ബ്, മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന റബ്ബ്, നമ്മൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം മാറ്റി നിർത്തിയാൽ പിന്നെ അള്ളാഹു നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരില്ല. അതുകൊണ്ടാണ് ഞാൻ യൂസുഫ് നബിയുടെ സംഭവം നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഇനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ഓരോ പ്രവാചകന്മാരും ഓരോ സമൂഹവും പ്രബോധനം ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നു, എങ്ങനെയാ പറഞ്ഞത് ശ്രദ്ധിക്കൂ നിങ്ങൾ. യാ അയ്യുഹർ റുസുൽ, അല്ലയോ പ്രവാചകന്മാരെ, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിങ്ങൾക്ക് വന്നെത്തിയ സന്ദേശം നിങ്ങൾ ബല്ലിഗ് പ്രബോധനം ചെയ്യണം. പ്രവാചകന്മാരോട് പറയാണ് പ്രബോധനം ചെയ്യണം. വഇല്ലം തഫഅൽ ഫമാ ബല്ലഗ്ത റിസാലതഹു, ആ പ്രവൃത്തി നീ ചെയ്തിട്ടില്ലെങ്കിൽ റസൂലി എന്ന് പറയുന്ന പ്രവർത്തനം മുഹമ്മദെ നീ ചെയ്തിട്ടില്ല. ഖുർആനാ പറയുന്നുണ്ടോ? പ്രബോധനം നിർത്തിവെച്ചാൽ പിന്നെ മുഹമ്മദ് നബി റസൂലല്ല. എന്നിട്ട് റസൂലുള്ളാഹിനോട് അള്ളാഹ് പറയാം, വല്ലാഹു യഅസിമുക മിനന്നാസ്, അള്ളാഹു ജനങ്ങളിൽ നിന്ന് നിന്നെ സംരക്ഷിക്കും. നിന്നെ സംരക്ഷിക്കും അല്ലാഹ്. കാരണം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ നിനക്കൊരുപാട് അപകട മേഖലകൾ തരണം ചെയ്യേണ്ടി വരും. അതിൽ നിന്നൊക്കെ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. നോക്കണം നിങ്ങൾ വായത. എന്നിട്ട് പറയാണ് അള്ളാഹു, ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, അള്ളാഹു ഒരിക്കലും തന്നെ കാഫറുകളെ അള്ളാഹു സന്മാർഗിലാക്കൂല. അപ്പം കാഫറായ ഒരാൾക്ക് ഈ സന്മാർഗം കിട്ടാതിരിക്കൂ. ഏത് സന്മാർഗം? നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന സ്വഭാവം നിർത്തിവെച്ചാൽ നമ്മൾ കാഫറായി. കാഫറായവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. ഒരുപാട് മുസ്ലിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഞാൻ നിസ്കരിക്കും, ഞാൻ നോമ്പ് കൊടുക്കും, ഞാൻ തക്കാത്ത് കൊടുക്കും, ഞാൻ ഭാര്യനോട് പറയില്ല, മക്കളോട് പറയില്ല, ആരോടൊന്നും പറയില്ല. ഞാൻ എൻ്റെ പടച്ചോനോട് പറയും, പടച്ചോനെ ഇജ്ജ് നന്നായിക്കോ എൻ്റെ ഭാര്യനെ, പടച്ചോനെ ഇജ്ജ് നന്നായിക്കോ എൻ്റെ കുട്ടികളെ, പടച്ചോനെ എന്നെ കൊണ്ടൊന്നാവില്ല, ഞാൻ തിന്നാൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, പോരാ. ഇതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ആ കുട്ടി പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കണം. ഞാൻ ഒരു കാര്യം കൂടി ഇന്ന് പറഞ്ഞുതരാം. നമ്മൾ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ MSM ആയിരുന്നാലും ശരി, ISM ആയിരുന്നാലും ശരി, KNM ആയിരുന്നാലും ശരി, MGM എന്നായിരുന്നു ശരി, ഇതിലിങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി തന്നെ ആ കുടുംബം എന്താവും? ഒന്ന് നന്നാകാൻ തുടങ്ങും, അല്ലേ? കുറേ അതിപ്പം വലിയ മുന്തിയതായിട്ടൊന്നല്ല. ഇതിൻ്റെ കൂടെ അങ്ങനെ നടക്കാൻ തുടങ്ങുമ്പോൾ ഒരു പള്ളി ഉണ്ടാക്കി. അപ്പോൾ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ നിർബന്ധിതനായി. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ ചെന്ന് അപ്പോൾ പള്ളി കഴുകാൻ നിർബന്ധിതനായി. വെള്ളിയാഴ്ച അവിടെ കഴുകാൻ നിന്ന്. അപ്പോൾ ഒന്ന് പള്ളിയിൽ പായിടാൻ ആളില്ല. അപ്പോൾ പായിടാൻ നിന്ന് വാപ്പി മോനും കൂടി ചെന്ന് പായിട്ട്. അപ്പോൾ ഈ പള്ളിയുമായുള്ള ഒരു ബന്ധമുണ്ടല്ലോ, അത് സ്ഥാപിക്കപ്പെടുകയാണ്, അല്ലേ?
നേരെ മറിച്ച് ഇതിലൊന്നുമില്ല. നിങ്ങളെ കുട്ടികൾ ISM-ലും ഇല്ല, MSM-ലും ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഈ ബാക്കിയുള്ള സംഘടനയെ പ്രവർത്തിച്ചാൽ ഇപ്പം സുന്നികൾക്ക് ഒരുപാട് സംഘടനകളുണ്ട്, ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരുപാട് സംഘടനകളുണ്ട്, രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് സംഘടനകളുണ്ട്. അതുപോലെ തന്നെ അതല്ലാത്ത വൈകാരികമായി ജനങ്ങളെ തളർത്തുന്ന ഒരുപാട് സംഘടനകളുണ്ട്. ഈ സംഘടനകളൊക്കെ പോയി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ കുട്ടി പിന്നെ രാത്രി 12 മണിക്ക് വരിക. മനസ്സിലല്ലേ? ISM-ലും KNM-ലും MGM-ലും MSM-ലും ഒന്നും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് രാത്രി 12 വരെ പണിയില്ല. അവരുടെ വർക്ക് വളരെ സുതാര്യമാണ്, ജനങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന തരത്തിലുള്ള വർത്തമാനമാണ്, ആരുടെ മുമ്പിലും സംസാരിക്കാവുന്ന പ്രബോധന രീതിയാണ്. ലൈസൻസ് ഇല്ലാത്ത തോക്ക് പോലത്തെ വാക്കുകൾ ഉപയോഗിക്കാനില്ല. ഒരു വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ലൈസൻസ് ഉണ്ട്. എന്തിൽ ലൈസൻസ്? വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും ആരുടെയും മുമ്പിൽ പറയാം. അതല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് നീ ഇന്നടുത്ത് വാ, നമുക്ക് അവിടെ വെച്ച് പറയാം. അങ്ങനെ പറയാനുള്ള ഒരു കാര്യം പ്രബോധന രംഗത്തില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരുപാട് ഇസ്ലാമിക സംഘടനകളുണ്ട്. ഇപ്പോൾ ശരിയോ തെറ്റോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ അന്വേഷിക്കാൻ പോകുന്നില്ല. ഞാൻ അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ചല്ല പറയുന്നത്. മുസ്ലിം സമൂഹത്തിൽ തന്നെ ഒരുപാട് വൈകാരികമായി യുവാക്കളെ നശിപ്പിക്കുന്ന ഒരുപാട് സംഘടനകൾ ഇവിടെ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഉണ്ടോ? നമുക്കറിയാം. അത് ആരൊക്കെ നിഷേധിച്ചാലും ശരി, ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും മുസ്ലിങ്ങളുടെ നേരെ ചാരുകയാണ്. അല്ല, 100% ചാരുകയല്ല. എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ പിടിക്കപ്പെടുന്നോ അതിലൊക്കെ മുസ്ലിങ്ങൾക്ക് ഒരു വലിയ പ്രാധാന്യം നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, മൊബൈലിലേക്ക് ഏറ്റവും മോശപ്പെട്ട അശ്ലീല ചിത്രങ്ങൾ പകർത്തിയപ്പോൾ പിടിച്ചതാരെയാണ്? മുസ്ലിം നാമധാരിയെയാണ്, അല്ലെ? ഒരു യുവാവിനെ പിടിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയാണ്. ആ അമ്പലപ്പുഴ ആലപ്പുഴ ഭാഗത്ത് 2-3 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തപ്പോൾ പിടിച്ചതാരെയാണ്? ഇതൊക്കെ ആരോ ഉണ്ടാക്കിയെടുത്തതാണോ? അല്ല. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും പടച്ചതമ്പുരാൻ അതിന്റെ ഒരു നിയമം എന്താന്ന് വെച്ചാൽ അതിന്റെ ഏതെങ്കിലും ഒരു ലൂപ്പ് പോയിന്റ്സ് പുറത്തുണ്ടാവും ആൾക്ക് കണ്ടെത്താനുള്ള. എന്തെല്ലാം നിങ്ങൾ അടച്ചാലും ശരി, അല്ല ഒരു പോയിന്റ് തുറന്നിടും ജനങ്ങൾക്കത് കാണാൻ. അതാണല്ലോ പോലീസ് അന്വേഷണത്തിലൂടെ വരുന്നത്. അപ്പൊ നമ്മളുടെ നേരെ മറിച്ച് ഈ കാലം എത്രയും ഏതെങ്കിലും തരത്തിൽ ഒരു മോശപ്പെട്ട പ്രവർത്തനം ചെയ്ത ഒരു വ്യക്തിയെ പിടിച്ച ഒരു സംഭവം, ഈ 10-70 വർഷക്കാലം ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തിച്ചിട്ട് അതിന്റെ പ്രവർത്തകരായിരുന്നു, അത് കള്ളക്കടത്തിന്റെ നേതാക്കന്മാർ അവരായിരുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ അവരുടെ മക്കളായിരുന്നു പറയാൻ സാധിക്കുമോ? സാധിച്ചില്ല. കാരണം അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മളുടെ മക്കളെയും കൂടി നമ്മൾ അതിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വരും. അതാണായിരുന്നാലും പെണ്ണായിരുന്നാലും ശരി. ഈ പ്രബോധനം നടത്താണ്ട ദ്വാ ചെയ്താൽ ഉത്തരം കിട്ടൂല എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം കാര്യം ബോധ്യപ്പെട്ടല്ലോ. കൂടുതൽ വയലു അറിയാണ്ട് തന്നെ, അല്ലേ? അപ്പൊ പ്രബോധനം എല്ലാവരുടെയും ബാധ്യത എന്ന് വന്നില്ലേ? കാരണം എല്ലാവർക്കും ഉത്തരം കിട്ടണ്ടേ? അല്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് മാത്രം. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ആളുകളൊന്നും പറയുന്നില്ല, വ്യക്തിപരമായി പരാമർശം എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കുകയാണ്. അങ്ങനെ ചിലർ പറയാറുണ്ട്, പണ്ഡിതന്മാർ മാത്രം പ്രസംഗിച്ചാൽ മതി, പണ്ഡിതന്മാർ മാത്രം. അങ്ങനെ ഒരു കാലഘട്ടം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഉണ്ടായില്ല. അങ്ങനെ നിങ്ങൾക്ക് ഞാൻ വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു, എന്ത്? ഫസ്തർ ബിമാ തുമർ, കൽപ്പിക്കപ്പെട്ട കാര്യം പ്രബോധനം ചെയ്യണം മുഹമ്മദേ. വാരിൽ ജാഹിലീൻ, അവിവേകികൾ നിന്റെ പ്രബോധനം കേൾക്കുമ്പോൾ ഇളകിമറിയും. വിട്ടുകളാ, അവരെ വിടണം, ഒഴിവാക്കണം, ആരംഭിക്കണം പ്രബോധനം. നബി എപ്പോഴാണ് ആരംഭിച്ച കാര്യങ്ങൾ പ്രബോധനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയാണ്, ലാ യുദ്ഹിറു ദഅവതു ഫീ മജാമിഅ ഖുറൈശിൽ ഉമൂമിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശി സമൂഹത്തിന്റെ പൊതുവായ ഘടനയിൽ വന്ന് ആദ്യമായി പരസ്യമായി പ്രബോധനം ചെയ്തിരുന്നില്ല. ഫകാന കുല്ലു മൻ അറാദൽ ഇബാദത ദഹബ ഇലാ ശിആബി മക്ക യുസല്ലി മുസ്തഖ്ഫിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരുമൊക്കെ നമസ്കാരത്തിന് പോലും ഉദ്ദേശിച്ചാൽ മക്കയുടെ ഏതെങ്കിലും കുന്നിൻ ചെരുവിലേക്ക് പോയി രഹസ്യമായിട്ടായിരുന്നു അത്ര അത് നിർവഹിച്ചത്. ഉണ്ടാവും, അത്ര രഹസ്യമായിട്ടാണ് പ്രബോധനം ചെയ്തത്. അതേ അവസരത്തിൽ ലമ്മാ ദഖല ഫിദ്ദീനി മാ യുറബ്ബു അല സലാസീൻ, 30 ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ കാനമിനൽ ലാസിമി, അനിവാര്യമായി ഉണ്ടായി ഇജ്തിമാഉർ റസൂൽ, അവരെ റസൂലിനെ ഒരുമിച്ച് കൂട്ടുക എന്നത്, സംഘടിപ്പിക്കുക എന്നത് പ്രവാചകന്റെ ബാധ്യതയായി. എന്നിട്ട് പറയാണ് എന്തിന്? ലിയുർശിദഹും വയുഅല്ലിമുഹും, അവർക്ക് നേതൃത്വം കൊടുക്കാൻ, അവരെ പഠിപ്പിക്കാൻ. 30 ആള് ആകെ ലോകത്ത് 30 മുസ്ലിങ്ങൾ സമയത്ത് സംഘടിപ്പിക്കാൻ തുടങ്ങിയ നബി. ഇത് പ്രബോധന പ്രവർത്തനം 30 ആളെ ലോകത്ത്. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു, ഇപ്പൊ ഇന്ന് ഇവിടെ ക്ലാസ്സിന് ആളില്ല, കാരണം നമ്മുടെ ബഹുമാനായ നമ്മുടെ സെക്രട്ടറിയുടെ യാത്ര, പലരും ഇന്ന് ക്ലാസ് ഉണ്ടാവുകയില്ല എന്ന് വിചാരിച്ച. പക്ഷെ ഇതും നമ്മളെ സംബന്ധിച്ചുള്ള പ്രബോധനമാണ്. നമുക്കൊരാളുടെ മരണത്തിനോ ജനനത്തിനോ അല്ല ഇസ്ലാമിലെ പ്രാധാന്യം എന്നറിയിക്കുകയാണ്. ആ കൂട്ടത്തിൽ ആ ബഹുമാനായ ധന്യനായ വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഇപ്പോൾ ദുആ ചെയ്തു, അല്ലേ? ഒരുപാട് പ്രാവശ്യം ദുആ ചെയ്തു.
എത്ര പ്രാവശ്യം ദുആ ചെയ്താലും മതി വരാത്ത വ്യക്തിത്വങ്ങൾ ഇനിയും നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരുപാട്. നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞാലും അഭാവത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണല്ലോ നമ്മളുടെ മനസ്സിൻ്റെ ധന്യത മനസ്സിലാകുന്നത്. നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് പറയുന്നു, ദ്വാരക്കണേ അള്ളാഹു നിങ്ങളെ ഹൈറാക്കട്ടെ, ഞങ്ങളെ മൂത്ത് നോക്കി പറയുന്നതിനേക്കാൾ എത്രയോ കൂലി ഉണ്ടാവും നിങ്ങളില്ലാത്തപ്പം പറഞ്ഞാൽ കേട്ടോ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പഠനമാണ്. നമ്മൾ പലപ്പോഴും ആളുകളെ മുമ്പിൽ ആളുകൾ മുമ്പിലുണ്ടെങ്കിൽ മാത്രമേ ദ്വാരക്കുള്ളൂ. നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവർ വേണ്ട, നമ്മൾ ദ്വാ എന്തിനാ, നമുക്ക് കൂടി കൂലിയുള്ളതല്ലേ. നമ്മളൊരാൾക്ക് വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇതും ഒരു പ്രബോധനമാണ്. ഇന്ന് നിങ്ങൾ ആലോചിച്ചു, കേരളത്തിൽ ഏതെങ്കിലും ഒരു ധാർമ്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് ഇങ്ങനെ ഒരു ക്ലാസ് നടക്കും നിങ്ങൾ തോന്നുന്നുണ്ടോ? ഇല്ല. വീരസ്മരണീയർക്ക് മുമ്പിൽ മുട്ടുകുത്തി വളരെ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ ഒരു പക്ഷേ അവസരമുണ്ടായേക്കാം, അനുസ്മരണ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചേക്കാം. പക്ഷേ അദ്ദേഹത്തിന് പ്രതിഫലം ലഭിക്കുക ഈ പ്രബോധന പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ വാർക്കുന്നതിലാണ് അദ്ദേഹത്തിന് ഖബറിലേക്ക് പ്രതിഫലം ലഭിക്കുക എന്ന് മനസ്സിലാക്കിയ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ ഈ ക്ലാസ് മാറ്റിവെച്ചില്ല. ഇതൊരു പ്രബോധനമാണ്. അപ്പോൾ ഞാൻ പ്രയാസങ്ങളല്ല ഞാൻ സൂചിപ്പിക്കുന്ന കാരണം നമ്മളെ സംബന്ധിച്ചോളം ജനനത്തിനോ മരണത്തിനോ പ്രാധാന്യമില്ല. അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടുത്തെ സ്ഥിതി എന്താ? ഇത് വേറെ ഏതെങ്കിലും സംഘടന സെക്രട്ടറിയാ മരിച്ചെങ്കിൽ ഇന്ന് സ്ഥിതി എന്താ നിങ്ങൾ വിചാരിച്ച്? നമ്മളിന്ന് കൊടിമര ജാഥ വരെ കൊണ്ടുപോകും അല്ലേ? ഇനി എന്തേ ഒരു സമ്മേളനം നടത്തുകയാണെങ്കിൽ അയിമെന്നായിരിക്കും കുത്തിപ്പൊന്തിക്കത് അല്ലേ? നമുക്കതിന് നേരില്ല. അത്തരം സംസ്കാര ശൂന്യതകളൊന്നും ഇസ്ലാഹി പ്രസ്ഥാനം പഠിപ്പിക്കുന്നില്ല. മറിച്ച് അള്ളാഹു അദ്ദേഹം നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഈ പ്രവർത്തന മാർഗം സജീവമാക്കാൻ ഇനിയും ആയിരങ്ങളെ ലക്ഷങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കടഞ്ഞെടുത്ത വാർത്തെടുത്ത നല്ലവരായ വിശുദ്ധരായ ആളുകളെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സമ്മാനിക്കാനുള്ള പ്രവർത്തന മേഖലയിൽ വീണ്ടും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്നതിൽ ഇപ്പോൾ അദ്ദേഹത്തിന് പ്രതിഫലം ലഭിക്കുന്നുണ്ടായിരിക്കാം. അള്ളാഹു ആ പ്രതിഫലവും അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നമുക്കൊരു പ്രയാസവുമില്ല, നിറഞ്ഞ മനസ്സോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരാളുടെ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ മലക്കുകൾ പടച്ചോനെ ഫൈനൽ മലായിക്കത്തെ യുഅ്മിനൂന അലാ മാ തഖൂലൂൻ, നമ്മൾ ആമീൻ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ ആമീൻ ഒരു പ്രാവശ്യം പറഞ്ഞു കിട്ടിയില്ലേ? ഇങ്ങനെ പറയാൻ നമ്മളുടെ മരണശേഷം ആളുകൾ ഇവിടെ ഉണ്ടാവും അല്ലേ? ഈ രാത്രി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെ ജനലഴികളുണ്ടോ? ഇല്ല. വാതിൽ പാളികളുണ്ടോ? ഇല്ല. അവിടെ എയർ സർക്കുലേഷൻ ഉണ്ടോ? ഞാനിപ്പോൾ ഇവിടെ വന്നേപാട് തന്നെ ഒരാളോട് പറഞ്ഞു, ഈ ബിൽഡിങ്ങിന് എന്തായിരുന്നാലും സെൻട്രൽ AC അനിവാര്യമാണ്, അല്ലെങ്കിൽ ഈ ക്ലാസ് നിലനിൽക്കൂല, ഏപ്രിൽ മെയിൽ എന്തായാലും നിലനിൽക്കൂല. കാരണം പിന്നെ മുജാഹിദുകളായ ആളുകളായതുകൊണ്ട് സഹിക്കും എന്തും ത്യജിക്കും എന്തും, അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്, മറ്റേ ഇരിക്കൂല. ഒരുപാട് ത്യജിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ പഠിച്ചു. നമ്മൾ ഹജ്ജിനൊക്കെ പോകുമ്പോൾ ഒരുപാട് ക്ഷമ ശീലിച്ചു. ഹജ്ജിന് പോയപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേടിയവരായതുകൊണ്ടായിരിക്കും, നല്ലിരിക്കില്ല. ഇതൊക്കെ സാധാരണഗതിയിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചാലും വേണ്ടില്ല. അള്ളാഹുവിൻ്റെ കലാമുകൾ പ്രചരിപ്പിക്കുന്ന രംഗം ഇതൊന്നും അറിയാത്തവരല്ല. ഞാൻ ഈ പറയുന്ന മുഴുവൻ കാര്യം എന്നേക്കാൾ അറിയുന്നവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, അതെനിക്കറിയാം. പിന്നെ എന്തിനാ അവിടെ വന്നിരിക്കുന്ന അറിയുകൾ? ഈ സംരംഭം ഇവിടെ നിലനിൽക്കണം, അതാ ലക്ഷ്യം. അതാണ്. മറ്റേ ഇപ്പോൾ ഈ സ്കൂട്ടറും കാറും ഒന്നും എടുത്തിട്ട് വരേണ്ട ആവശ്യം നിങ്ങളെ സംബന്ധിച്ചോളില്ല. ഇരിക്കുന്ന എല്ലാവരും എന്നേക്കാൾ കൂടുതൽ ഓതാൻ അറിയണമല്ല കേട്ടോ. പിന്നെന്താ ഞാൻ ഇവിടെ വന്നത്? എന്നുമല്ല, എൻ്റെ നാവാ കെട്ടഴിഞ്ഞത്. അതുകൊണ്ടാണ് മൂസാ നബീൻ്റെ കൂടെ ഹാറൂൻ നബീനെ അയച്ചു കൊടുത്തു. മൂസാ നബിക്ക് അത്ര വർത്താനം പറയാൻ കഴിയില്ല. മൂസാ നബിക്ക് വിവരം കൂടുതൽ, പക്ഷേ ഹാറൂൻ നബീനെ കൂടെ അയച്ചു കൊടുത്തു പറഞ്ഞു കൊടുക്കാൻ. അതുപോലെ നമ്മൾ പറയുന്നത് മാത്രം കേട്ടോ. നിങ്ങൾ പഠിക്കണം, അതിലിടയ്ക്ക് നിങ്ങൾ വലിയ ആളായി പൊന്തോടില്ലേ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിച്ചതിനേക്കാൾ ഉയരങ്ങളിൽ നിങ്ങളാണ്, ഞാനല്ല, സംശയമില്ല. കാരണം എന്താ അറിയോ, നമ്മൾ ധാർമ്മികമായ വശം മാത്രം പഠിക്കുന്നു. നിങ്ങൾക്ക് ഭൗതികമായ ഒരുപാട് ശാഖകൾ, വിജ്ഞാന ശാഖകൾ നിങ്ങളുടെ കൈവെള്ളയിൽ നിങ്ങൾ ഒതുക്കി നടക്കുന്നവരാണ്. അതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വിനിയോഗിക്കാൻ കഴിയും. അതാണല്ലോ നിങ്ങൾ പഠിച്ചാലുള്ള ഗുണം. ഈ മൊയ്യമാർ പഠിച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ, ഓൽക്ക് കീറും ഖുർആനും ഹദീസും അല്ലാണ്ട് വേറൊരു പുണ്ണാക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെപ്പോലത്തെ ആൾക്കാരെ ചെറുതാക്കുന്നല്ലോ അല്ല. പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വായിച്ചിട്ടാണ് ഓല് നിങ്ങളെ മുമ്പിൽ എങ്ങനെയും പിടിച്ച് നിൽക്കുന്നത്, മനസ്സിലേ? പക്ഷെ നിങ്ങളെ സംബന്ധിച്ചോളം അതല്ല. നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പം ഉണ്ട്. നിങ്ങളിലേക്ക് ഇതങ്ങോട്ട് കയറിയാലോ അതിന് നിങ്ങൾ ഇത് കയറ്റൂല്ല. അത് ഇപ്പോൾ അടുത്തൊന്നും സാധിക്കുമെന്ന് എനിക്കൊരു തോന്നുന്നില്ല. അത് സാധിക്കുന്നത് ഇപ്പോൾ കുറച്ചുള്ള പെണ്ണുങ്ങൾക്കാണ് സാധിക്കുന്നത്. കാരണം ആണുങ്ങൾക്ക് ഇതിനൊന്നും കഴിയില്ല. ആണുങ്ങൾ മുമ്പേ കള്ളന്മാരാണ് പഠിക്കാൻ. ഏതാണുങ്ങളാണെങ്കിലും പരിശോധിച്ച് നോക്കേണ്ടി. പിന്നെ BSc കഴിഞ്ഞത് അതൊക്കെ അങ്ങനെ ഒരു കഴിച്ചിലായതാ മോനെ. ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ എൻട്രൻസിനും ഇതിനൊക്കെ കിട്ടുന്നത് അറിയാം. ഒക്കെ പ്രൊഫഷണൽ കോഴ്സാണോ ഉണ്ടാ? അത് ഇങ്ങനത്തെ ഒരു കോഴ്സാണെങ്കിൽ ഉണ്ടാവുമോ? വാപ്പി ഇപ്പോൾ നിങ്ങൾ നോക്കേണ്ടി കെമിസ്ട്രിൻ്റെയും ഫിസിക്സിൻ്റെയും ഒക്കെ ബുക്ക് കണ്ടാൽ വാപ്പിയും ഇതൊക്കെ പുറത്ത് കണ്ടാൽ വാപ്പെടുത്ത് അകത്തുണ്ടായിരിക്കും. ആരാത് ഇവിടെ കൊണ്ടുവച്ച് കുട്ടികൾ കീറിപ്പോലേ.
ഒരു മുസ്ലിം ഫോട്ടോ അതേമാതിരി കൊണ്ടേക്കൂല. കുട്ടികൾ കീറുകയാണെങ്കിൽ കീറിക്കോട്ടെ, ഖുർആനല്ലേ, കൈയോടുത്തോട്ട് കീറട്ടെ, കാരണം അങ്ങനെയും കൈ എന്നാവട്ടെ. ഖുർആൻ കീറിയിട്ടുള്ള കൈയൊക്കെ ആയിട്ട് അത്രേ വിചാരിക്കുള്ളൂ, അത്രേ വിവരം ഉണ്ടാവുള്ളൂ. അതിന് അത്രേ പ്രാധാന്യം നമ്മുടെ വീടുകളിൽ വരുന്നുള്ളൂ. അതാണ് പ്രബോധനം. ആ പ്രബോധനം തിരിച്ചു വരണം. ഈ കെമിസ്ട്രിയേക്കാളും ഈ ഫിസിക്സിനേക്കാളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായത്. ഇപ്പം നമ്മളെ പെൺകുട്ടികളൊക്കെ നമ്മൾ ഒരുപാട് പഠിപ്പിക്കണം, അത് അനിവാര്യമാണ്. നമ്മൾ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, അന്ന് ഞാനിവിടെ അടുത്ത് പോയി ഒരു ദിവസം ബേബിയിൽ ഒരു ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ ഉമ്മർ, ചിലപ്പോൾ നിങ്ങളൊക്കെ അറിയുന്ന ആളായിരിക്കും. അദ്ദേഹം കരുവാരുണ്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ MBBS കഴിയുമ്പോഴേക്കും 9 കൊല്ലം പള്ളി ദർസിൽ ഓതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വയസ്സ് എനിക്ക് തോന്നുന്നൊരു 40 വയസ്സിൻ്റെ താഴെ ഇടയിലേ ഉള്ളൂ, എൻ്റെ കാഴ്ചപ്പാടിലാട്ടോ. അപ്പോൾ 9 വർഷം പള്ളി ദർസിൽ ഓതിയിരുന്നു. നമ്മളെ പള്ളിയിൽ ജുമാക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ന്യൂറോ സർജനാണ് ബേബിയിൽ. അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞതെന്താ വെച്ചാൽ, വളരെ നല്ല നിർദ്ദേശം അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഖുർആൻ പഠിക്കണം, നിങ്ങൾ ഖുർആൻ പഠിക്കണം, പഠിച്ചിട്ട് നിങ്ങൾ രംഗത്ത് വരണം. നിങ്ങൾ 9 കൊല്ലം അന്ന് പഠിച്ചു എന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ ആ സമൂഹത്തിൻ്റെ, ആ കരുവാരുണ്ട് പ്രദേശത്തുള്ള സമൂഹത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി പഠിച്ചു പോയതാണ്. അത് പിന്നെ നിങ്ങൾ ഉപയോഗിച്ചില്ല. അത് ഇനി നിങ്ങൾ പഠിക്കണം. അപ്പം നിങ്ങൾക്ക് ഒരുപാട് മേന്മകളുള്ള വളരെ കനപ്പെട്ട നിർദ്ദേശങ്ങൾ സമൂഹത്തിന് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളുടെയും ബാധ്യതയാണ് എന്ത്? പ്രബോധനം. യാതൊരു സംശയമില്ല കേട്ടോ. അത് അനിവാര്യമാണ്. അതിന് പഠനവും അനിവാര്യമാണ്. വെറുതെ നാവിട്ടലക്കുന്ന അനിവാര്യ എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു എന്താ പറഞ്ഞത്? പ്രബോധനം ചെയ്യാത്ത കൗമ് കാഫറാണ് അല്ലേ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അദ്ഉ ഇലല്ലാഹ് അലാ ബസിറ, ഞാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നത്. വേണ്ടോ? തെളിവ് വേണം കയ്യിൽ, തെളിവ് വേണമെങ്കിൽ പഠിക്കണ്ടേ? ഇനി അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, എന്റെ മാത്രം ബാധ്യതയല്ലത്, വമനിത്തബഅനി, എന്നെ പിന്തുടർന്ന് വരുന്ന എല്ലാ മുഅ്മിനുകളുടെയും ബാധ്യതയാണ്. ഖുർആനാ പറയുന്നത്. കണ്ടോ? എന്നെ പിന്തുടർന്ന് വരുന്നവർക്കും ഇത് ബാധ്യതയാണ്. അതുകൊണ്ടാണ് പ്രവാചകന്റെ കാലഘട്ടത്തിൽ പേർഷ്യയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഗൽഭ സഹാബി വര്യനായ റബീഉ ഇബ്നു ആമിറിനെ അദ്ദേഹം ചെന്നു പേർഷ്യയിൽ പ്രബോധനത്തിന്. അപ്പോൾ അവിടുത്തെ രാജാവ് റുസ്തം, അദ്ദേഹം പടനായകനായ റുസ്തം ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നത് ഇവിടെ പ്രബോധനത്തിന്? എന്താ പ്രബോധനം ചെയ്യാനുള്ളത്? അദ്ദേഹം പറഞ്ഞു, മനുഷ്യരെ ആരാധിക്കുന്ന ആളുകളിൽ നിന്ന് ജനങ്ങളെ അള്ളാഹുവിനെ ആരാധിക്കുന്ന സമൂഹമാക്കി മാറ്റുക ഒരു ലക്ഷ്യം. മതത്തിൻ്റെ പീഡനങ്ങളിൽ നിന്ന് മതത്തിൻ്റെ അനായാസേനയുള്ള മാർഗങ്ങളിലേക്ക് ജനങ്ങളെ തിരിച്ചുവിടുക. മതത്തിൻ്റെ അക്രമങ്ങളിൽ നിന്ന് മതത്തിൻ്റെ നീതിയിലേക്ക് ജനങ്ങളെ തിരിച്ചുവിടുക. ഈ 3 കാര്യത്തിന് ഞാൻ വന്നത്. അങ്ങനെ ഒന്ന്, ആ പടപ്പുകളെ ആരാധിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ അള്ളാഹുവിലേക്ക് തിരിച്ചുവിടാൻ അല്ലേ? 2, മതത്തിൻ്റെ ഞെരുക്കങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് സന്തോഷം നൽകുന്ന മേഖലയിലേക്ക് ജനങ്ങളെ തിരിച്ചുവിടാൻ. മതത്തിൻ്റെ അക്രമങ്ങളിൽ നിന്ന് മതത്തിൻ്റെ നീതിയിലേക്ക് ജനങ്ങളെ തിരിച്ചുവിടാൻ. അതിനാണ് റബീഉ ഇബ്നു ആമിർ എന്ന് പറയുന്ന പ്രമുഖ സഹാബി പേർഷ്യയിലെത്തിയത്. അപ്പോൾ രാജ്യാന്തരങ്ങളായി തന്നെ പ്രബോധനം നിർവഹിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെയും പ്രവർത്തന മേഖലയായിരുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം. എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 30 ആളുകൾ ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ആരംഭിച്ചു, ക്ലാസ് ആരംഭിച്ചു. നിർത്തുകയാണ്, പ്രബോധനം ആരംഭിച്ചു. അതിന് നബി എടുത്ത സ്ഥലം ഇഖ്താർ അലി ദാലിക ദാറുൽ അർക്കം, ഒരു വീടാണ് അന്നത്തെ ക്ലാസ്. അർക്കമിൻ്റെ വീട്, ദാറുൽ അർക്കമിൻ്റെ വീടായിരുന്നു അന്ന് നബി പ്രബോധനത്തിന് തിരഞ്ഞെടുത്തത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രബോധനത്തിൽ 30 ആൾ വന്ന് പ്രബോധനത്തിലേക്ക് റെഡിയായി വന്നപ്പോൾ ഫബദ്ദല ദഅവത സിർറൻ ബിദ്ദഅവതി ജഹറ, രഹസ്യ പ്രബോധനത്തിന് പകരം പരസ്യ പ്രബോധനം ആരംഭിച്ചു. 30 ആളെ കൈ കിട്ടിയപ്പോഴേക്കും, ഇപ്പം നമ്മളെ കയ്യിൽ എത്ര ആളുണ്ട്? 30 ആളെ കിട്ടിയപ്പോഴേക്കും രഹസ്യ പ്രബോധനം നിർത്തിയിട്ട് പരസ്യ പ്രബോധനം ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പറയുന്നത്. ഈ പരസ്യ പ്രബോധനം ആരംഭിച്ചപ്പോൾ എല്ലാവരിൽ നിന്നും പൂമാലകൾ ഉണ്ടായോ? ഇല്ല, പ്രയാസങ്ങളുണ്ടായത്. അന്ന് എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാവർക്കും വെറുപ്പായിരുന്നു. അതിലിടയ്ക്ക് ഖുറൈശികൾ, തറവാട്ടിൽപ്പെട്ട ആളുകൾ നബി വരുമ്പോൾ പറഞ്ഞ ഒരൊറ്റ വാക്കുകൾ കേട്ടു നോക്കി, ഹാദാ ഇബ്നു അബീ കബിഷ, ഇത് അബൂ കബിഷൻ്റെ മോനാ, ഇതാ വരുന്നു. മുഹമ്മദ് നബിനെ കാണുമ്പോഴേ അബൂ കബിഷ ആരാ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുലയൂട്ടിയ ഹലീമാബിയുടെ ഭർത്താവിൻ്റെ പേരാണെന്ത്? അബൂ കബിഷ.
പക്ഷേ റസൂലുള്ളാന്റെ ഉപ്പാന്റെ പേര് അബ്ദുള്ള എന്നാണെന്ന് ഖുറൈശികൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? എന്നിട്ട് മുഹമ്മദ് നബി വരുന്നത് കാണുമ്പോൾ നബി പ്രബോധനം ആരംഭിച്ചപ്പോളേ അതാ ഇബ്നു അബീ കബീഷ, അതാ അബൂ കബീഷന്റെ മോൻ വരുന്നത്. അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങളെ പുരയിൽ ഇപ്പോൾ ഒരാൾ സേവനത്തിനായിട്ടുണ്ടെന്ന് വെച്ചോളി, എങ്കിൽ നിങ്ങളെ കാണുമ്പോൾ അയാളെ മോനാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സാധാരണഗതിയിൽ മിതമായ ഭാഷയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ചെയ്തില്ല. ഹാദാ ഇബ്നു അബീ കബീഷ, ദാ അബൂ കബീഷന്റെ മകൻ വരുന്നു. യുക്കല്ലിമു മിനസ് സമാ, മൂപ്പര് ആകാശത്ത് നിന്ന് വിവരം കിട്ടുന്നുണ്ടല്ലോ, മൂപ്പർക്ക് പരിഹാസം ഉണ്ടോ? യുക്കല്ലിമു മിനസ് സമാ, എന്നാലോ ലാ യസീദുനാ ദാലിക, അതിനേക്കാൾ അപ്പുറമൊന്നും പറഞ്ഞിരുന്നില്ല. കണ്ടോ? ലമ്മാ ഖാബ ആബാലിയതുഹും വസഫഹ ഉഖൂലഹും, അവരുടെ ബുദ്ധിപരമായി അവർ കണ്ടിരുന്ന കാര്യങ്ങളെ ബുദ്ധിപരമല്ല എന്ന് വിശദീകരിച്ചപ്പോഴായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം ചെയ്തത്. സഹാബത്തിന് അവർ വിട്ടിരുന്നോ? ഇല്ല. ഏതെങ്കിലും ഒരു രംഗത്ത് നിന്ന് പരിഹാസങ്ങളോ ഉപദ്രവങ്ങളോ ഇല്ലാത്തൊരു രംഗമുണ്ടായിരുന്നു പ്രബോധനം ആരംഭിച്ചപ്പോൾ? ഇല്ല. നിങ്ങളത് ശരിക്കും മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നതും ഒക്കെ പ്രബോധനം ആരംഭിച്ചപ്പോൾ, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. നബിൻ്റെ മക്കളെ രണ്ടാളെ തലാക്ക് കല്ലിച്ച്. ആര്? ഇപ്പം നമ്മൾ സ്കാരിലോതല്ലേ തബ്ബത്ത് അബീ ലഹബ്, മൂപ്പരം 2 മക്കളായിരുന്നു നബിൻ്റെ മോളെ കെട്ടിയത്. ഉമ്മു കുൽസൂനി റുഖിയനും കെട്ടിയത് ഈ അബൂലഹബിൻ്റെ 2 മക്കളാണ്. ആര്? ഉത്ബയും ഉത്തൈബയും. കല്യാണം കഴിച്ച് നബി പ്രബോധനം ആരംഭിച്ചപ്പം 2 തലാക്ക് കല്ലി പുറകെ കൊണ്ടാക്കി. അജാതി തീമാണ്ട. അപ്പം നമ്മളൊക്കെ എന്താ ചെയ്യല്? നമുക്കൊരു പിയാപ്പിളിനെ കിട്ടാൻ മുജാഹിദ് ആണ് നമ്മൾ, എന്നാലും സുന്നിയാണ് നമുക്ക് വിരോധമില്ല. സംഗതിയൊക്കെ മുജാഹിദ് തന്നെയാണ് നമ്മൾ. പക്ഷേ നമ്മൾ മുജാഹിദാണെന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ നമ്മളെന്തോ ഒരു സാധനമാണ് നമ്മൾ. ഇപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കേണ്ടത് അറിയോ? നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം പഠിക്കുക, അത് ഉൾക്കൊള്ളാൻ പഠിക്കുക. എൻ്റെ അടുത്ത് തെറ്റ് വന്നിട്ടുണ്ട്, അള്ളാഹുവെ മാപ്പരലണേ എന്ന് പറയാനെങ്കിലും നമുക്ക് സാധിച്ചൂടെ? അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം, പടച്ചോനെ നിനക്കറിയാലോ ഞാൻ ഒരുപാട് മുജാഹിദുകളായ ആൾക്കാരെ പരിശോധിച്ചു, എനിക്ക് കിട്ടിയില്ല, അള്ളാഹുവെ നിർബന്ധിത സാഹചര്യത്തിലാണ് ഞാൻ അത് ചെയ്തത്. ഇന്ദൽ ലറൂറി എന്തും ജായിതുന്ന, എന്തും നല്ല കേട്ടോ, കുല്ലും ജായിതുന്ന. ഞാനൊരു പ്രയോഗത്തിൽ ഇന്ദൽ ലറൂറി എന്തും നല്ല കുല്ലും ജായിതുന്ന, ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിൽ ജായിസാകുകയാണ് ഹറാമുകൾ. അതുപോലെ നമുക്ക് ഒരു പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഒരു കാരണവശാലും കഴിയില്ല. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നബിൻ്റെ മക്കളുണ്ടാളി ഒഴിവാക്കിയത് മാത്രമാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയിരുന്ന അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരൻ അബൂ താലിബിനെ സമീപിച്ചു മുശ്രിക്കുകൾ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളാണിപ്പോൾ ഈ മുഹമ്മദിന് പ്രബോധന രംഗത്ത് ശക്തിയും ത്രാണിയും കൊടുക്കുന്നത്, നിങ്ങൾ നമ്മളെ നേതാവാണ്, അല്ലാണ്ട് നിങ്ങൾ ഓല നേതാവല്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ നിങ്ങളെ കാണുന്നത് എങ്ങനെ അറിയോ? ഇപ്പോൾ രാവിലെ തന്നെ ഒരാൾ നിങ്ങളെടുത്ത് വന്നിട്ട് പറയാണ്, നമ്മളവിടെ ഒരു പള്ളി ഉണ്ടാക്കി, അതിൻ്റെ പ്രസിഡൻ്റായിട്ട് നമ്മൾ നിങ്ങളെ കാണുന്നത് സുന്നി പള്ളിയാണ്. അപ്പം നമ്മളെന്ത് വിചാരിക്കും? സുന്നിപ്പള്ളിയാണ്, പ്രസിഡൻറ്റിൻ്റെ സ്ഥാനമുണ്ട്, എന്താ ഇപ്പം ചെയ്യേണ്ടത്? ദാൽമളിനെ നന്നാക്കി എടുക്കാൻ പറ്റുവയ്ക്കുന്ന പ്രസിഡന്റ് ആകുകയല്ലേ എന്ന നിലക്കാണ് ഇവരെല്ലാം കൂടിയും അബൂ താലിബിനെ തന്നെ പറഞ്ഞു, ഇന്നലൊക്കെ സിന്നൻ വ ഷറഫൻ വ മൻസിലത്തൻ, നിങ്ങൾക്ക് നമ്മളുടെ സ്ഥാനും മാനും പദവിയും വലുപ്പവും ഒക്കെ ഉണ്ട്, നിങ്ങളാണ് നമ്മളുടെ ഏറ്റവും വലിയ നേതാവുമാണ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മുഹമ്മദ് നബിന് സംരക്ഷണം കൊടുക്കരുത് ഈ പ്രബോധനം നടത്തുന്നതിന് ഉണ്ടോ. പക്ഷെ മരണം വരെ കൊടുത്തു ഈ അബൂ താലിബ്, അല്ലേ? മരണം വരെ കൊടുത്തു. ലോകത്ത് ഏറ്റവും അഹ്വനുൽ അദാബ്, ശിക്ഷയിൽ ലഘുവായ ശിക്ഷ നരകത്തിൽ അനുഭവിക്കുന്ന വ്യക്തി ഇദ്ദേഹമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രബോധന രംഗത്ത് സഹായിച്ചു എന്നൊരൊറ്റ കാരണത്താൽ. എന്താ ലഘുവായ ശിക്ഷ അറിയോ? നരകത്തിൻ്റെ തീക്കണൽ കാലിൻ്റെ കാൽവെള്ളയിൽ വെച്ചു കൊടുക്കും, ഈ തലച്ചോറ് പതക്കുമെന്നാണ് ഹദീസിൽ വന്നത്. അതാണ് ലഘുവായ ശിക്ഷ. ആ ശിക്ഷ അത്രമാത്രം ലഘൂകരിക്കാനുണ്ടായ കാരണം പ്രബോധന രംഗത്ത് ഒരു ചെറിയ സഹായം ചെയ്തു, ഒരു കൈവിരൽ സഹായം. അതെങ്കിലും നമുക്ക് സാധിക്കും. അപ്പം ഓരോരുത്തരുടെയും ബാധ്യതയാണ് അത് നിർവഹിക്കാതിരുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭ്യമാവുകയില്ല എന്ന് കൃത്യമായി ആണും പെണ്ണും മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ആരംഭിക്കുക നമ്മുടെ പ്രബോധന രംഗത്ത് നബിയും തൻ്റെ സഹോദരന്മാരും ഒരുപാട് സഹായങ്ങൾ, ഹസ്തങ്ങൾ നീട്ടുന്ന പല രംഗങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ആ സംഭവങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ആ രംഗത്ത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രബോധന രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചെറിയ പ്രയാസം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. നബിയോട് ഏറ്റവും കൂടുതൽ നബിനെ ദ്രോഹിച്ചത് നബിൻ്റെ പിതൃവ്യൻ അബൂലഹബാണ്.
അതുകൊണ്ടാണ് ഖുർആനിൽ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞത്. വേറെ ആരെ പേരും ഖുർആനിലില്ല. ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ട്. നബിൻ്റെ പിതൃവ്യനാണ് ഏറ്റവും. അത് ഇങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായതെന്ന് വെച്ചാൽ നിങ്ങളെ കുടുംബക്കാരാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ശത്രു. നിങ്ങൾ മുജാഹിദായി നടക്കാൻ തുടങ്ങിയാൽ എന്താ മുജാഹിദോ എൻ്റെ മുജാഹിദോ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇടങ്ങറാക്കുക നിങ്ങളെ കുടുംബമായിരിക്കും. അപ്പോൾ അതിന് രേഖയാണ് ഇവിടെ നിങ്ങൾ പറയേണ്ടത് തബ്ബത്ത് യദാ അബീ ലഹബ് എന്നുള്ള ആയത്തിറങ്ങാണ്ടായ കാരണം ഇന്നെപ്പോലുള്ള ആളുകൾക്കുള്ള ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ അബൂ ലഹബ് എന്ന് പറഞ്ഞ ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ ചരിത്രം പറയുന്നു, ഫക്കാന യർമിൽ ഖദറ അലാ ബാബിഹി, മാലിന്യം കാട്ടിച്ച് അത് കടലാസിലാക്കി നബിൻ്റെ വാതിൽക്കൽ കൊണ്ടേക്കും. അതാണ് ഒരു പ്രബോധകന് കിട്ടിയ, അതും റസൂലിന് കിട്ടിയ പാരിതോഷിക. കാട്ടിച്ച കാട്ടം കടലാസിലാക്കിയിട്ട് ഇലയിലാക്കി പൊതിഞ്ഞ് നബിൻ്റെ വാതിൽക്കൽ കൊണ്ടേക്കും. നബിയോ ഫഖാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യത്റഹു, നബി സ്വന്തം കൈകൊണ്ട് അത് വൃത്തിയാക്കി കഴുകി പരമാവധി ആ ദുർഗന്ധമൊക്കെ അകറ്റിയതിന് ശേഷം നബി ചോദിക്കും, ആ അയൽപ്പക്കത്തുള്ള ആൾക്കാരെ വിളിച്ചിട്ട് അബൂ ലഹബിനെ അടക്കം വിളിച്ച് ചോദിക്കും, അയ്യ ജിവാരിൻ ഹാദാ, എന്ത് തെറ്റാണ് ഈ അയൽപ്പക്കം എന്നുള്ളതിലേക്ക് ഞാൻ നിങ്ങളോട് ചെയ്തത്? ഒരു പ്രബോധന രംഗത്ത് നിൽക്കുന്ന ഒരാൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരിക്കലും നിങ്ങൾക്ക് പൂമാല നിങ്ങൾക്ക് ലഭ്യമല്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് പ്രയാസങ്ങൾ നിങ്ങൾ കാണണം. അതാണ് ഇതിൻ്റെ പ്രതിഫലം. ആരും നിങ്ങളെപ്പറ്റി നല്ലത് പറയാനുണ്ടാവില്ല. നല്ലത് പറഞ്ഞ ഉടനെ തന്നെ നിങ്ങളെപ്പറ്റി മോശം പറയും. കാരണം നിങ്ങൾ പ്രബോധനം ചെയ്യുന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് പിന്നൊരു പ്രബോധനം വന്നത്. അതെന്താ അറിയോ? അതുകൂടി പറഞ്ഞ് നിർത്തിക്കളാം അല്ലേ? അതെന്താ പ്രബോധനം? നമ്മളെന്തിനാ പറയാൻ പോണു? വെറുതെ വർത്താനം പറഞ്ഞു. പ്രബോധനത്തിന് അതിലൊന്നും ആവശ്യമില്ല. അങ്ങനൊന്നും പറഞ്ഞു. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയാണ്ടി നിൽക്കുക. ജനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കണം. മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യം തകരും. കേട്ടോ, അതും ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലിമ തഅലൂന ഖൗമ, ഒരു സമൂഹം ചോദിക്കുന്നു, എന്തിനാണ് ജനങ്ങളെ ഉപദേശിക്കുന്നത്? അള്ളാഹു മുഹ്ലിക്കും ഔ യുഅദിബും, അള്ളാഹു അവരെ ശിക്ഷിക്കുകയോ അവർക്ക് വേണ്ട എല്ലാ രക്ഷയും ശിക്ഷയും കൊടുക്കുന്നതൊക്കെ അള്ളാഹു അല്ല, എന്തിനാ ഞങ്ങൾ ഉപദേശിക്കാൻ നടക്കുന്നത്? അങ്ങനെ ഒരു സമൂഹം ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ട്. എങ്ങനെയാകുമോ നമ്മൾ പ്രബോധനം ചെയ്താൽ ചെയ്യണ്ടെന്ന് പറയുന്നത്? അത് ഇന്നാരാന്ന് നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം. തൗഹീദല്ലാത്ത കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി. ചിലർ നമ്മളോട് പറയും, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ഒരു ആഹ്വാനം ചെയ്യുന്നില്ലല്ലോ, ആർക്ക് വോട്ട് ചെയ്യണം? അത് പറയില്ലല്ലോ. മുജാഹിദുകൾ ആരോടും ഇന്നാൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറയില്ല. മുജാഹിദുകൾ പറയുക, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹിൻ്റെ ദീന് വളരുന്ന, അള്ളാഹുവിൻ്റെ ദീനിന് അനിഷ്ടമല്ലാത്ത, അപകടകരമല്ലാത്ത ഏത് വിഭാഗം ആളുകളെയും നിങ്ങൾക്ക് പ്രബോധനം ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾക്കറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് വോട്ട് ചെയ്യുക. ആർക്കും വോട്ട് ചെയ്യാൻ പറയില്ല. ഇപ്പോൾ ചില ആൾക്കാർ പറയലുണ്ട്, ഈ കാലഘട്ടത്തിൽ ഇപ്പോഴൊക്കെ പ്രസംഗിക്കേണ്ടത് അത്തരം വിഷയങ്ങളല്ലേ? അല്ല, ഇതാര് കയറിയാലും നമുക്ക് പറഞ്ഞു കൊടുത്തെത്താൻ കഴിയില്ല. അപ്പം നമ്മൾ കഴിയുന്നതും ഇപ്പം നമ്മളെ പള്ളിക്ക് ആരാ ഗുണം ചെയ്യുക? ഒരു പ്ലാൻ കൊടുത്താൽ ആര് തരും? ഇത് ആ പ്ലാന് കൊടുക്കേണ്ടത് പറഞ്ഞ ആരാണ്? അയ്യോ പള്ളി ഇവിടെ വരാൻ പാടില്ല എന്നാരാ പറഞ്ഞ്? അത്തരം ആളുകൾക്ക് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യും. അല്ലാണ്ട് നമുക്ക് വേറെ അതിലെന്തില്ല, രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടല്ല. നമുക്കുള്ളത് ധാർമ്മികമായൊരു കാഴ്ചപ്പാടാണ് അല്ലേ? ആരോടും പറയുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരാരുടെയും ഒന്ന് പറയുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാ ചാനലിൻ്റെ ആളുകളും എല്ലാ പത്ര ഓഫീസിൽ നിന്നൊക്കെ മതരംഗത്തുള്ള എല്ലാ നേതാക്കന്മാരുടെ ഓഫീസിലേക്കും ഫോൺ വിളികൾ ചെന്നു. മുജാഹിദിൻ്റെ ഇതിലേക്ക് വരില്ല. നിങ്ങളെ അഭിപ്രായം എന്താ വെച്ചിട്ട്? കാരണം അവർക്കറിയാം, ഇവിടെ ഏതെങ്കിലും ഒരു അപകടകരമായ പാകിസ്ഥാനിൽ ബോംബിട്ടാലും ആ ബോംബിട്ടതിനെ പറ്റി ചാനലിൽ വിളിക്കുക, ചോദിക്കുക ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഓഫീസിലേക്കാണ് അല്ലെ? ഓ അബ്ദുറഹ്മാനാണ്. ഇതുവരെ എപിനെയോ ടിപിനെയോ വിളിച്ചിട്ട് നിങ്ങളെ അഭിപ്രായം എന്താ? പാകിസ്ഥാനിൽ ബോംബിട്ടുകളോ, നിങ്ങളെ അഭിപ്രായം എന്താണ് ഇതിനെപ്പറ്റി? ഇങ്ങോട്ടണോ അതോട്ടെ ചോദിക്കില്ല. പക്ഷേ ജമാഅത്തിനോട് ചോദിക്കൂ. എന്താ കാരണം? അതിൻ്റെ വേണ്ടാത്തോടത്ത് ചോദിച്ചത് എന്താ? ഇപ്പം നമ്മൾ മീൻ വിൽക്കുന്നിടത്ത് പോയിട്ട് പപ്പടം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഉണ്ടോ? അപ്പം അതുപോലെ മുജാഹിദുകൾ ആരാണ് എന്ന് ഇവിടുത്തെ എല്ലാ ആളുകൾക്കും, കുഞ്ഞിന് കുട്ടികൾക്കറിയാം ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം തീർത്തും പ്രബോധനമാണ്. ആ പ്രബോധനം ധന്യമാകാൻ ഒരുപാട് പരിഹാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരുപാട് കുൽസിതമായ ഒരുപാട് ഇടങ്ങറുകൾ എല്ലാ ഭാഗത്തു നിന്നും, കുടുംബത്തു നിന്നും, ബാക്കിയുള്ള ഭാര്യയിൽ നിന്നാണ് ആദ്യം അനുഭവിക്കുക കേട്ടോ. നിങ്ങൾ പ്രബോധനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ താടിയൊക്കെ കണ്ട് വെക്കാൻ തുടങ്ങി താടിയൊക്കെ തുടങ്ങി. ഭ്രാന്ത് കൂടിയോ? അവിടുന്ന് തുടങ്ങുകയുള്ളു. നിങ്ങൾക്ക് ഭ്രാന്താ? വേറെ പണിയൊന്നുമില്ലേ? എന്താണ് ഇപ്പോൾ ഒരു കോലം? നിങ്ങൾ കണ്ടിട്ട് തന്നെ മരിച്ചെടുക്കാൻ തോന്നുന്നു. ഇന്നലെ നിങ്ങൾ ഇവിടെ തുടങ്ങുന്ന കണ്ടിട്ട് എന്നൊക്കെ അവർ പറയാം അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ വെക്കില്ല. ഞാനിപ്പോൾ ഈ ഇവിടെ ക്ലാസ്സിൽ വന്ന് താടിയെക്കാത്ത ആൾക്കാരെ പറ്റിയിട്ടല്ലോ പറഞ്ഞു കേട്ടോ.
അത് അങ്ങനെ ചിന്തിക്കേണ്ടത്. ഇനി ചിലർക്ക് അത് ഇതൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്തെ ഒരു പാര നമുക്ക് കയറ്റിയ അയാൾ എന്ന് നിങ്ങൾ ചിന്തിക്കട്ടെ. ഞാൻ ആർക്കും പറഞ്ഞതല്ല, എല്ലാവർക്കും അറിയാം എൻ്റെ ശൈലി എന്താണെന്ന്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം കേട്ടോ. ഏതായിരുന്നാലും ഒരു സുന്നത്തിൻ്റെ ഒരു നല്ലൊരു കാര്യം, ഒരു തിളക്കം തന്നെ കേട്ടോ. ഒന്ന് മർഹൂം അലി അബ്ദുൽ റസാഖ് മൗലവി മരിച്ചെടുത്ത് കളിച്ചിട്ട് ആ താടി വെച്ചിട്ട് തന്നെ എടുത്ത് കിടന്ന് ഒരു പൂ പോലെ സ്പന്ദമായ ഒരു വല്ലാത്തൊരു പരിശുദ്ധിയുള്ളൊരു മുഖമായിട്ടാണ് ആ താടി വെച്ചാലുള്ള ഗുണതാണ് കേട്ടോ. അതൊക്കെ യാത്രയാവുമ്പോഴാണ് മനസ്സിലാകുക അതിൻ്റെ ഗുണം, ആ സുന്നത്തിൻ്റെ പ്രത്യേകത കേട്ടോ. അതുകൊണ്ട് എല്ലാ രംഗത്തും ഒരു പ്രബോധനം നമ്മൾ തന്നെ ആവട്ടെ എന്ന് അവസാനമായി പറഞ്ഞുകൊണ്ടും, ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുള്ള ഈ രംഗത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും, കുടുംബത്തിൽ നിന്നായിരിക്കും അത് ആദ്യമായി തുടങ്ങുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഈ വാക്കുകളോട് അവസാനിപ്പിക്കുന്നു. റഹ്മാനായ തമ്പുരാൻ പ്രബോധന രംഗത്ത് നിന്ന് അവസാനത്തെ ശ്വാസമെടുത്ത് പിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകൾ റഹ്മാനായ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഈ പ്രബോധനം ആരംഭിച്ച് നമുക്ക് കുടുംബസമേതം സ്വർഗത്തിൽ ഇടം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. റഹ്മാനായ തമ്പുരാൻ ഇന്ന് യാത്രയായ നമ്മുടെ അലി അബ്ദുൽ റസാഖ് മദനി അവർക്ക് അള്ളാഹു അവർക്ക് അദ്ദേഹത്തിന് പരലോകത്തും മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് നേതാക്കന്മാരും ഉമറാക്കന്മാരും ആലിമീങ്ങളും ഒക്കെ ഒരുപാട് ആളുകൾ യാത്ര പോയിട്ടുണ്ട്. അവരെല്ലാം ഈ കോഴിക്കോടിൻ്റെ മഹിതമായ നന്മയ്ക്ക് വേണ്ടി ഓടി നടന്നവരാണ്. യാത്ര പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. യാത്ര പോകാൻ കാത്തിരിക്കുന്ന നമുക്ക് അള്ളാഹു ഈമാനോടുകൂടി യാത്ര പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും ഈമാനും ഹിദായത്തും അള്ളാഹു അനുഗ്രഹിച്ച് വർഷിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ തൊഴിലിലും കച്ചവടത്തിലും നമ്മുടെ ജീവിതത്തിലും അള്ളാഹു വിശുദ്ധി നൽകി അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. അള്ളാഹു മൗഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത